بسم الله الرحمن الرحيم عن أنس رضي الله عنه قال: كنت أمشي مع رسول الله صلى الله عليه وسلم وعليه برد نجراني غليظ الحاشية، فأدركه أعربي فجبذه بردائه جبذة شديدة، فنظرت إلى صفحة عاتق النبي صلى الله عليه وسلم وقد أثرت بها حاشية الرداء من شدة جبذته، ثم قال: يا محمد، مر لي من مال الله الذي عندك. فالتفت إليه فضحك ثم أمر له بعطاء. متفق عليه. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവുമായ, നമ്മൾ ഏറ്റവും കൂടുതൽ കുളിരോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ഓർക്കുന്ന നമ്മുടെ കുടുംബം ഏറ്റവും മധുരകരവും ഏറ്റവും സന്തോഷകരവുമായ ഒരു പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ അത്. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടെയും ആഹ്ലാദത്തോടുകൂടെയും ആ വാക്ക് പറയുന്നവരുണ്ട്. എന്നാൽ എൻ്റെ കുടുംബം എന്ന് ഓർക്കുമ്പോൾ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ നരകത്തിൻ്റെ വേദനയും അതേപോലെ തന്നെ മനപ്രയാസവും വിഷമവും സംഘർഷവുമായി സ്മരിക്കുന്നവരുമുണ്ട്. കുടുംബമെന്ന് പറയുമ്പോൾ അത് ചെറുതാകാം, അത് വലുതാവാം. ഒരു കുടുംബത്തിന്റെ വലുപ്പം യഥാർത്ഥത്തിൽ മക്കളാണല്ലോ. ഒരു മാതാവും ഒരു പിതാവും ഒരു 8-10 മക്കളും ഉണ്ടെങ്കിൽ അതൊരു വലിയ കുടുംബമാണ്. വാപ്പയും ഉമ്മയും ഒരു മകനോ ഒരു മകളോ മാത്രമാകുമ്പോൾ അതൊരു ചെറിയ കുടുംബമാണ്. മക്കളാണ് നമ്മുടെ കുടുംബത്തിന്റെ വലുപ്പവും ചെറുപ്പവും തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സഹോദരങ്ങളെ, കഴിഞ്ഞ പല ക്ലാസ്സുകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതും വ്യത്യസ്തമായി നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാവരും അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അനുവർത്തിക്കുവാനും ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ കാര്യം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയുള്ളതാണ് മക്കളുടെ കാര്യമെന്ന് പറഞ്ഞാൽ. 2 അനുഭവങ്ങളിൽ നിന്ന് ഞാൻ അതിൻ്റെ പ്രാധാന്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വളരെയധികം ഉയർന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ഡോക്ടറായ സുഹൃത്ത് ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിച്ച ഒരു സംസാരമാണ്. ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളിൽ നിന്നും ദീനിലേക്ക് കടന്നു വന്ന ഡോക്ടർമാരായ 2 ദമ്പതികളാണ് അവർ. ഇന്നു ജീവിതത്തിൽ ബാഹ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് മതപരമായ വളരെ ചിട്ട പാലിക്കുന്ന ഒരു കുടുംബമാണ്. ആ രക്ഷിതാവ് അന്വേഷിക്കുന്ന കാര്യം
തൻ്റെ കുട്ടികളെക്കുറിച്ചുള്ള പരാതിയാണ് അവർ പറയുന്നത്. എന്തോ ഒരു അനുസരണക്കുറവ് അവനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. എപ്പോഴും വാശിയും, അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പരാതിയുടെ വളരെ നീണ്ട ഒരു കെട്ട് അവരയച്ചിട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, കുട്ടിക്ക് എത്രയാണ് വയസ്സ്? 2 വയസ്സ് എന്നാ പറഞ്ഞു. 2 വയസ്സായ ഒരു കുട്ടിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ തന്റെ ജീവിതം തന്നെ തകർന്നതുപോലെ ഇനി എന്തു ചെയ്യും, ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു +2 കഴിഞ്ഞ് ഡിഗ്രിക്കോ അല്ലെങ്കിൽ വല്ല പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലോ പഠിക്കുന്ന ഒരു കുട്ടി ആയിരിക്കും എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ വാക്കെന്താന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ കുട്ടി നല്ല ഒരു കുട്ടിയാണ്, പക്ഷെ ആ കുട്ടി യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ടൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അതെന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ബേജാറ്, നിങ്ങളെ കുട്ടിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്ക, അവനെ ഒതുക്കി നിർത്താനും മെരുക്കി നിർത്താനുമുള്ള നിങ്ങളുടെ തീവ്ര ശ്രമങ്ങൾ ഒരുപക്ഷേ നല്ല നിലക്ക് വളരുന്ന ആ കുട്ടിയെ തെറ്റായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടുതലുള്ള നിരീക്ഷണവും അതേപോലെ തന്നെ ശക്തമായ ഉപദേശങ്ങളും താക്കീതുകളും ആശങ്കയും നിരീക്ഷണങ്ങളും ഒരുപക്ഷെ ആ കുട്ടിയെ ഒരപകടാവസ്ഥയിലേക്ക് നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏറ്റവും മിനിമം നിങ്ങൾക്ക് ആശങ്ക നല്ലതാണ്. ഏറ്റവും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായിത്തീരേണ്ട ഒരു നിർബന്ധമായ മതബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് നിസ്കാരം. അതും കൂടെ നിസ്കരിക്കാൻ ഉപദേശിക്കാൻ പറഞ്ഞത് 7ാമത്തെ വയസ്സിലാണ്, 5 കൊല്ലം കഴിയണം. ഇനി എന്തെങ്കിലും നിലക്ക് അത് 7 വയസ്സിൽ പറഞ്ഞിട്ടും സംസാരങ്ങൾക്ക് വലിയൊരു പ്രയോജനമുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷയെക്കുറിച്ച് ആലോചിക്കേണ്ടത് 10ാമത്തെ വയസ്സിലാണെന്നാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും അത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ ബേജാറ് ഇപ്പോൾ തന്നെ തുടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഭാവിയിൽ അപകടമായി തീരുക എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിൽ പലരുടെയും കുട്ടികളെ കുറിച്ച് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആശങ്കകൾ എന്നെയും നിങ്ങളെയും എല്ലാം ഈ ബേജാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമിതമായ ആശങ്ക കൊണ്ട് നാം നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കുന്ന നിയമങ്ങളും ചിട്ടകളും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്ത് കൂടുതൽ ആശങ്കപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഒരനുഭവം കൂടെ ഞാൻ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന തലമേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നവയുണ്ട്. കുടുംബ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ ഈ കുടുംബ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ പ്രശ്നക്കാരാകാതിരിക്കാൻ എന്തു വേണം എന്ന് മാത്രമേ ഈ ഹ്രസ്വമായ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. അതാണ് എൻ്റെ ഈ 2 അനുഭവങ്ങളെന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഒരു അനുഭവം എനിക്ക് പറയാനുള്ളത്, എത്രയോ കാലമായി 10, 30, 40 കൊല്ലമായി കുട്ടികളെ മാത്രം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്കെല്ലാം ഉണ്ട്. അവന്റെ കളിക്കോപ്പകളും കളിപ്പാട്ടങ്ങളും കൊണ്ട് വീടിന്റെ ഒരു മൂല നിറഞ്ഞു കിടക്കുകയാണ്. മുറ്റത്തും വീട്ടിനുള്ളിലും അവന്റെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ സ്നേഹവും വാത്സല്യവും എന്തും കുട്ടികൾക്ക് നൽകാൻ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുപാടിലുണ്ട്. എന്നാൽ ഈ കുടുംബ ചുറ്റുപാടുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പഴയ കാലത്തും ഈ ആധുനിക കുടുംബ സമൂഹത്തിലും ലഭിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് പ്രോത്സാഹനമാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ ഒരു വിഷയമായിട്ടത് തോന്നിയില്ല. കാരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ, നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പല രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകാറുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. കൂടെ പഠിച്ചിരുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം വളരെ വിദഗ്ധനായ വളരെ ബുദ്ധി സാമർഥ്യമുള്ള ഒരാളാണ്. അദ്ദേഹം പിന്നെ ആ ബുദ്ധി സാമർഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എഴുതുന്ന പരീക്ഷക്കൊക്കെ അദ്ദേഹത്തിന് റാങ്ക് ലഭിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും മഹോന്നതമായ ഒരു പദവി ലഭിച്ച്, സർട്ടിഫിക്കറ്റ് ലഭിച്ച്, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അദ്ദേഹത്തെ അനുമോദിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വാപ്പയുടെ അടുക്കൽ ചെന്നു, അച്ഛന്റെ അടുക്കൽ ചെന്നു. അപ്പൊ ചെന്നപ്പോൾ അത് വാങ്ങി, ആ സർട്ടിഫിക്കറ്റ് വാങ്ങി അതിന്റെ താഴത്ത് അദ്ദേഹം വെക്കേണ്ട ഒരു സ്ഥാനത്ത് ഒരു ഒപ്പ് വെച്ചു എന്നല്ലാതെ, കുട്ടിയായിരിക്കുമ്പോൾ ഒരു ഒപ്പ് വെച്ചു എന്നതല്ലാതെ കേവലം ആ മാർക്കുകളൊന്ന് വായിച്ചു നോക്കാനോ എന്റെ മകൻ ഉണ്ടായിരുന്ന ആ സന്തോഷത്തിൽ ഒന്ന് അഭിമാനം കൊള്ളുവാനോ പോലും അദ്ദേഹം തയ്യാറാവാതെ, ഒരു ഭാവവ്യത്യാസങ്ങളും കൂടാതെ പ്രതീക്ഷകളോടുകൂടെ
അനുമോദനത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും ആ പുഞ്ചിരിക്കുന്ന മുഖത്തിന് വേണ്ടി ദാഹിച്ചു വന്ന പിതാവിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ല. മൂപ്പരതിന്റെ അടിയിൽ മൂപ്പർക്ക് ഇടാനുള്ള സ്ഥലത്ത് ഒപ്പിട്ടു എന്നല്ലാതെ ആ പ്രോഗ്രസ് കാർഡ്, ആ പ്രോഗ്രസ് റിപ്പോർട്ട് അദ്ദേഹം ഒരു നിലക്കും മുഖവിലക്കെടുത്ത് ഒരു പ്രോത്സാഹന വാക്കുപോലും പറഞ്ഞില്ല. ഒരു പക്ഷെ ചെറിയ സംഭവമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ പിതാവ് മരിച്ചു കഴിഞ്ഞ് അയാളുടെ മക്കൾ ഡോക്ടർമാരായി മഹോന്നതമായ പദവിയിലെത്തിയ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് തന്റെ നിലവാരത്തിനൊത്ത കാറും നിലവാരത്തിനൊത്ത വീടും ആ ഡോക്ടർക്കുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായി ഇദ്ദേഹത്തോട് പറയാറുള്ളത്, ഇത്രയൊക്കെ ഞാൻ നേടിയെങ്കിലും എന്റെ വാപ്പയിൽ നിന്നൊരു പ്രോത്സാഹനത്തിന്റെ, എന്റെ അച്ഛനിൽ നിന്നൊരു പ്രോത്സാഹനത്തിന്റെ വാക്കു കേൾക്കാത്തതിന്റെ വേദന ഇന്നും എന്റെ മനസ്സിലുണ്ടെന്ന് അത്യുന്നതനായ നൂറുകണക്കിന് പേഷ്യൻസ് തന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെ കാത്തു നിന്നിട്ടും തനിക്ക് തന്റെ വാപ്പ നൽകാത്ത ഒരു അംഗീകാരം, ഒരു മനോവേദനയായി അയാൾ സൂക്ഷിക്കുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കുട്ടികളോടൊരു പ്രോത്സാഹനത്തിന്റെ വാക്കിന്റെ വില നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലേറെ, കിടക്കാൻ കൊടുത്ത മാർദ്ദവത്വമേറുന്ന കിടക്കയിലേറെ നമ്മുടെ കുട്ടികൾ വാപ്പ എന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച നമ്മിൽ നിന്നും, ഉമ്മയെന്ന് പ്രതിഷ്ഠിച്ച നമ്മിൽ നിന്നും കേൾക്കേണ്ട ചില സന്തോഷത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും വാക്കുകളുണ്ട്. ആ ഒരു വാക്ക് പോലും പറയാൻ വിട്ടുപോയാൽ അത് ആ മക്കളിൽ എത്ര വലിയ ആഘാതമുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പക്ഷേ ഈ ഉദാഹരണം, ഈ ഒരു അനുഭവം ഒരു പക്ഷേ സഹായിച്ചേക്കാം. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ്, കുട്ടികളുടെ ലോകത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കുള്ള സ്ഥാനം, കുട്ടികൾക്കുള്ള മഹത്വം യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. ഒരൊറ്റ ആയത്തിൽ നിന്നൊരു പക്ഷേ നിങ്ങൾക്കിത് വ്യക്തമാകും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് ഫമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹ് പറയാണ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഏറ്റവും മർമ്മപ്രധാനമായ അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് വലിയൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അവൻ ചെലവഴിക്കുന്നത് മക്കൾക്കു വേണ്ടിയാണ്. അപ്പോൾ മക്കൾക്കു വേണ്ടി ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതം മുഴുവൻ അവർക്ക് കൊടുത്താലും മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം, അഭിലാഷങ്ങൾ, ആശകൾ തീർത്ത് നമുക്ക് മരിക്കാൻ പറ്റൂല. ജനിക്കുന്ന സമയത്ത് ലേബർ റൂമിന്റെ മുമ്പിൽ നിന്നും പോയി ആദ്യമായി അവൻ ഇടാനുള്ള കുപ്പായം വാങ്ങി വന്നത് മുതലുള്ള സേവനം, മക്കളും പേരക്കുട്ടികളുമായ മകന് ഒരു വീട് വെച്ചു കൊടുത്തു വേണം എനിക്ക് മരിക്കാൻ എന്ന ആഗ്രഹത്തോടെ അവസാനിക്കുന്നില്ല. വീണ്ടും അയാൾക്ക് ആഗ്രഹമുണ്ട് വല്യപ്പക്ക്. എന്ത്? ആ മകന്റെ 6 പെൺകുട്ടികളിൽ 6ാമത്തവളെയും കല്യാണം കഴിച്ചിട്ട് എനിക്ക് മരിക്കണം എന്നാണ്. പേരക്കുട്ടികളിൽ 6ാമത്തവന്. ആശകളും അഭിലാഷങ്ങളും കൊടുത്താലും നിർവഹിച്ചാലും തീരാത്ത അത്രയും വലുത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാണ്ട്. ജീവിതം കൊടുത്താലും മക്കൾക്ക് കൊടുക്കാനുള്ള പൂതി തീരൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓരോ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ജീവിച്ചാൽ, അള്ളാഹുവിന് ചെയ്യേണ്ട കടമകളെ പോലും വിസ്മരിച്ചാൽ അവർ നഷ്ടക്കാരായി തീരുന്നതാണ്. അപ്പൊ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വിചാരിച്ചാൽ, ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്ന മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് കണക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. സമയം, ജീവിതം, ആരോഗ്യം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെ മക്കൾക്ക് വേണ്ടി കൊടുത്തതായിരിക്കും. ഇത്രയും അധികം ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടതായി, ഇത്രയും നമ്മൾ പ്രധാനമായി കാണുന്ന നമ്മുടെ മക്കൾ, സന്തോഷം മക്കളാണ്. നിങ്ങൾ ആലോചിച്ചോളികളും, ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ചോളി, മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. മക്കൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലല്ലേ എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ദുഃഖിതരായിരിക്കും. എന്തുണ്ടായിട്ടും കാര്യമില്ല. മക്കളിൽ നിന്ന് സന്തോഷം ലഭിക്കാത്തവൻ ജീവിതത്തിൽ നിത്യ ദുഃഖിതനാണ്. ആ മക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ നമ്മുടെ സന്തോഷം മക്കളാണ്. നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമായും നമ്മുടെ മക്കളാണ്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഭാര്യമാരിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ തരണേ പടച്ചോനെ എന്ന് നമ്മോട് ചോദിക്കാൻ പറഞ്ഞത്. ആ മക്കളിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിനാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള കുളിർമ എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ സന്തോഷാണ്. ഒരു മനുഷ്യൻ തന്റെ മരണത്തിലിടക്ക് തന്റെ സമ്പാദ്യങ്ങളെ കുറിച്ച് കണക്കൂട്ടുമ്പോൾ, ഞാൻ 70 വയസ്സായി മരിക്കാൻ പോവുകയാണ്, ഞാൻ എന്തൊക്കെ നേടി, എന്റെ സർവീസ് കാലഘട്ടത്തിൽ ഞാൻ ഒരു വീടുണ്ടാക്കി, ഇപ്പൊ എനിക്ക് മരിക്കുമ്പോൾ ഒരു വീടുണ്ട്, അതുകൊണ്ട് എന്റെ കുട്ടികളെ ആരാന്റെ കോലായ്മ പോയി കിടക്കേണ്ട അവസ്ഥയല്ല. വീടൊരു സമ്പാദ്യമാണ്. എനിക്കൊരു ഫാക്ടറി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്,
ഒക്കെ അയാൾക്ക് ഓർമ്മ വന്നാലും അയാളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉപകാരപ്പെടുന്നൊരു സമ്പാദ്യമായി മനസ്സിലാക്കാൻ പറ്റിയ മക്കളേക്കാരം. ഒരു നല്ല മകനെ എല്ലാ അർത്ഥത്തിലും ഭൗതികപരമായും മതപരമായും വളർത്തിയെടുക്കാൻ ഒരു മകളോ ഒരു മകനോ അങ്ങനത്തെ ഒരു സ്ഥാനത്തെത്തിയ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് മരിച്ചാലും സന്തോഷിക്കാനുള്ള വകയാണ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്താണ്. ഒരു കാറ് പോയാലില്ലാത്ത, ജീവിതത്തിൽ മുഴുവൻ തൊലഞ്ഞു പോയാലില്ലാത്ത ദുഃഖം നമുക്കുണ്ടാവും. ഇന്ന് നമ്മളെ പേരുള്ള സ്വത്ത് മുഴുവൻ ഇന്നു രാത്രിയോടുകൂടെ ജപ്തി ചെയ്തെടുത്താൽ പോലും നമുക്കുണ്ടാകുന്ന ദുഃഖത്തിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ മക്കൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കുമുണ്ടാവുക. ഇത്രയും വലിയ സ്ഥാനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മക്കൾക്കുണ്ട്. അതുകൊണ്ട് മക്കളെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ചക്കും ആൾക്കാർ തയ്യാറാകും. ഒരു 20 കൊല്ലം ഗൾഫിൽ നിന്നാൽ 3 പെൺകുട്ടികളെ കെട്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ 20 കൊല്ലം അയാള് ഭാര്യനെയും മക്കളെയും കുടുംബങ്ങളെയും ഉപേക്ഷിച്ച് നിൽക്കും. വിട്ടുവീഴ്ചണത് ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാണ് മക്കൾക്ക് വേണ്ടി. തനിക്ക് കിട്ടുന്ന മാസ വരുമാനത്തിന്റെ 3/4% കുട്ടികൾക്ക് ഫീസും വസ്ത്രവുമായി കൊടുക്കുന്ന രക്ഷിതാക്കന്മാരുണ്ട്. 100 രൂപ കൊണ്ട് ദിവസം കഴിയുന്നവനും തന്റെ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തന്റെ സ്വത്തിലില്ലാത്ത പണം വാങ്ങിയാണ് നമ്മൾ മക്കളെ പോറ്റുന്നത്. ഒരു രക്ഷിതാവിന്റെ വികാരപരമായ വാക്കുകൾ ഒരുപക്ഷെ ഇവിടെ എന്റെ ഓർമ്മയിൽ തെളിയുന്നു. തന്റെ മകളിൽ നിന്നും യഥാർത്ഥമായ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഗൾഫിൽ ഇത്രയും കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നീ ശരിയായ ഒരു അവസ്ഥയിൽ വരുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പിതാവിന്റെ മനോവേദന നമുക്ക് മുഖവിലെടുക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നന്നായി വരാനും നല്ലവരായി തീരാനും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു മാറ്റത്തിന് വിധേയമാകാൻ തയ്യാറാവണം. കാരണം മറ്റു പല രംഗത്തും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണമുണ്ട്. നമ്മൾ ഈ രംഗത്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നതാണ്. തീർച്ചയായും അല്ലാഹു നിന്റെ രക്ഷിതാവാണേ സത്യം, നാം ചോദിക്കുക തന്നെ ചെയ്യും അജ്മഈൻ, എല്ലാവരോടും. അമ്മാ ഖാനൂ യഅമലൂൻ, അവരെന്ത് ചെയ്തു എന്ന് എല്ലാവരോടും നാം ചോദിക്കുക തന്നെ ചെയ്യും പ്രവാചകരെ. ഇപ്പൊ ചോദിക്കും. ഒരു 10-25 കൊല്ലം നമ്മുടെ ഒരു മകനോ മകളോ നമ്മുടെ കൂടെ ജീവിച്ചാൽ ആ കുട്ടിയോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചും നിലപാടുകളെ കുറിച്ചും ഒരു ചോദ്യം ചെയ്യലിന് പരലോകത്ത് വിധേയാകും. അത് വെറും ചോറ് കൊടുത്തോ ചായ കൊടുത്തോ എന്ന് മാത്രമല്ല, നല്ല ഒരു ചോദ്യം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. നമ്മുടെ മകനായി നമ്മുടെ മകളായി ജീവിച്ചത് കൊണ്ടാണ് അവൻ വഴികേടിൽ എത്തിപ്പെട്ടതെങ്കിൽ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടാവും. സഹോദരങ്ങളെ, അതോർത്ത് നിങ്ങൾ ആശങ്കപ്പെടണമെന്നല്ല, അമിതമായ ആശങ്കപ്പെടണം, മാനസിക രോഗം വരണം, അറ്റാക്ക് വരണം എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ആ ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാവണം എന്നതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ യഥാർത്ഥത്തിൽ ഒരു നല്ല അവസ്ഥയിൽ വരാൻ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഗൗരവപരമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ ചെറിയ നിലപാടുകളെ കൊണ്ട് വളരെ വലിയ ആഘാതങ്ങൾ കുട്ടികളിൽ ഉണ്ടാവാം. എന്നാൽ വളരെ ചെറിയ ശ്രമങ്ങളെ കൊണ്ടും വളരെ വലിയ ഗുണഫലങ്ങൾ നമുക്ക് കുട്ടികളിൽ സൃഷ്ടിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഒന്നാമതായി പറയാനുള്ള കാര്യം, ഇതിനൊന്നും ഒരുപക്ഷെ ഒരു ക്രമം നിങ്ങൾ കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന ഒരു മുൻഗണനാക്രമമാണ് ഞാൻ ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് സ്നേഹിക്കണം എന്നാണ്. നമ്മുടെ കുട്ടികളെ നാം സ്നേഹിക്കണം. ഒരുപക്ഷെ ഇന്ന് പലരും അവകാശപ്പെടുന്നുണ്ടാകും, മുമ്പത്തേനേക്കാളൊക്കെ വാപ്പക്കും ഒക്കെ കുട്ടികളോട് സ്നേഹം കൂടി വന്നതാണെന്നാണ്. സ്നേഹം കൂടി വന്നിരിക്കുന്നു എന്നൊരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും അവകാശപ്പെട്ടേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. മുമ്പത്തെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ അനേകം കുട്ടികൾ ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കന്മാർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരിക്കാം, അവിടെ ആവശ്യങ്ങൾ നിറവേറാൻ കഴിഞ്ഞില്ലായിരിക്കാം, സ്വന്തം ജോലി ചെയ്തായിരിക്കും ആ കുട്ടികൾ പല കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ആ കുട്ടിയൊക്കെ മനസ്സിലാവും. എന്തെങ്കിലും എന്റെ വാപ്പന്റെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് പുസ്തകമില്ലാത്തത്. എന്റെ വാപ്പന്റെ അടുക്കൽ പണമില്ല, അതുകൊണ്ടാണ് എനിക്ക് വസ്ത്രമില്ലാത്തത്. എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വീട്ടിൽ കഷ്ടപ്പാടുള്ളത് കൊണ്ടാണ്. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടൊന്നും കുട്ടികൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനവും സുഖവും സന്തോഷവും അനുഭവിക്കാൻ പറ്റാത്ത സമീപന രീതികൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഞാൻ കാണുന്നത് കുടുംബ പ്രശ്നങ്ങളാണ്. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബഹളം, അതാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം. അവർക്ക് കളിപ്പാട്ടങ്ങളില്ലാത്ത പ്രശ്നങ്ങളല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക വിഭവങ്ങളില്ലാത്ത പ്രശ്നങ്ങളല്ല. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം
അവരിന്നു സ്നേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയത്, അവർക്ക് വീടിന്റെ സന്തോഷങ്ങൾ അവർക്ക് ഇന്ന് അന്യമായി തീർന്നത്, അവർക്ക് അവരുടെ ബാല്യകാലത്തിന്റെ അനുഭവങ്ങളെ അവർക്ക് നിരാകരിക്കപ്പെട്ടത് വീട്ടിലെ ബഹളാണ്. എത്ര പ്രശ്നങ്ങൾ! വാപ്പയും ഉമ്മയും തമ്മിൽ ഒരു സ്വരച്ചേർച്ചല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലായാൽ വീട്ടിലെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പീഡനം ഭയങ്കരമാണ്. കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഏറ്റവും പ്രധാനമായതാണ്. അതായത് ഏറ്റവും നല്ല സ്നേഹത്തോടുകൂടെ വാപ്പയും ഉമ്മയും ഉണ്ടാകുന്ന കുടുംബങ്ങളിൽ കുട്ടികൾ വല്ലാത്ത സന്തുഷ്ടരായിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോളി. സ്കൂളിൽ വരുന്ന കുട്ടികളെയും കോളേജിൽ വരുന്ന കുട്ടികളെയും കുറിച്ച് പരിശോധിച്ചാൽ കുടുംബത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ കുട്ടികളെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ അവകാശമുണ്ട്. ഒരുപക്ഷെ പിണക്കങ്ങൾ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് ആക്കം കൂട്ടി ഒന്ന് തെറ്റിയാൽ പിന്നൊന്നും ഉണ്ടാണെങ്കിൽ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വലിയ സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് പിണക്കം ജീവിതത്തിൽ ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം. പക്ഷേ ചിലപ്പോഴൊക്കെ എന്താ ഉണ്ടാവുകയെങ്കിൽ ആ പിണക്കം കുട്ടികളെ മനസ്സിൽ വെച്ചാവുമ്പോൾ ആ ചെറിയ കുട്ടികളുടെ മനസ്സുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്ക് വാക്ക് തരാൻ പറ്റും? നിങ്ങളുടെ കുട്ടികൾക്ക് സന്തോഷം നൽകാൻ വേണ്ടി ഇന്നു മുതൽ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിലുള്ളൊരു പ്രശ്നത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഞാനും ഉമ്മയും തമ്മിലുള്ളൊരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു വേദന എൻ്റെ കുട്ടി അനുഭവിക്കേണ്ടി വരില്ലെന്നാണ്. നിങ്ങളുടെ കുട്ടികൾ കണ്ണിൽ വെള്ളം നിറച്ചിട്ടില്ലേ? അവിടെ മുഖം വാടിയിട്ടില്ലേ? അവിടെ മുഖത്ത് കാർമേഘം വന്നിട്ടില്ലേ? നിങ്ങളുടെ കാരണം കൊണ്ട് അതാണ് സഹോദരങ്ങളെ ജീവൻ നിരാകരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡനത. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വളരെ സന്തോഷത്തോടുകൂടെയുള്ള ഒരു മാതാപിതാക്കളുടെ കുടുംബ ചുറ്റുപാടിലെ നമ്മുടെ കുട്ടികൾക്ക് നല്ലവരായി പഠിക്കാനും നല്ലവരായി വളരാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ മേലെ മറ്റു ചെടികളുടെ കൊമ്പുകൾ കൊണ്ട് തണൽ നൽകപ്പെട്ട വൃക്ഷത്തിന്റെ ചുവട്ടിൽപ്പെട്ട ഒരു ചെടിയെപ്പോലെ അത് മുരടിച്ച് വളരാൻ കഴിയാതെ പ്രസന്നമല്ലാതെ നിലനിൽക്കുന്നതാണ്. അതേറ്റവും ഒന്നാമതായി സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് നൽകണം. ആ പ്രായത്തിൽ അവർക്ക് അതാണ് ആവശ്യം. യാതൊരു പ്രയാസങ്ങളും അറിയാതെ നോക്കൂ. നിങ്ങൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളിൽ നമ്മൾ മറിയുമ്പോഴും കുട്ടികൾ ചെറിയ ആവശ്യങ്ങളുമായി വരും. കാരണം അവരുടെ ലോകത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോഴേ അവർക്കത് പ്രശ്നമായി തോന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളെ കൊണ്ട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ഇന്ന് ഒരു അനാഥ കുട്ടിയെക്കാളും അനാഥ കുട്ടികൾക്ക് ഇന്ന് പ്രശ്നമല്ല. കാരണം അനാഥകളെ പണം കൊടുത്തു വാങ്ങാൻ, ഡൊണേഷൻ കൊടുത്തു വാങ്ങാൻ ഇന്നത്തെ അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളും തയ്യാറാണ്. നിങ്ങളൊരു അനാഥ കുട്ടിയെ കൊടുന്നേരാണെങ്കിൽ 10,000 റുപ്യ നിങ്ങൾക്ക് തരാനാ പറയണത് അനാഥ മന്ദിരത്തിന്റെ ഉടമസ്ഥന്മാര്. അതുകൊണ്ട് അനാഥ കുട്ടികൾക്ക് ഇന്ന് പ്രശ്നമില്ല. എന്നാൽ ആർക്കാ പ്രശ്നം? ഡൈവേഴ്സ് ആയിട്ടുള്ള, വിവാഹമോചനം തേടിയിട്ടുള്ള മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനം വല്ലാത്തതാണ്. ആ പീഡനത്തിന്റെ കഥ യഥാർത്ഥത്തിൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയും. കോടതിയിൽ സാക്ഷി പറയിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ തങ്ങൾക്ക് വേണ്ടി അനുകൂലമാക്കി എടുക്കുന്നവർ, അതേപോലെ തന്നെ വാപ്പയും ഉമ്മയും കാണാൻ ആഗ്രഹിച്ചിട്ടും ഉപ്പയെ കാണാൻ സമ്മതിക്കാതെ തടവറയിൽ പാർപ്പിക്കുന്നവർ, സ്കൂളിൽ വന്നു പോലും തന്റെ വാപ്പക്ക് തന്നെ കാണാനുള്ള അവകാശം നിഷേധിക്കുന്നവർ, കോടതികളിൽ 10ഉം 15ഉം കൊല്ലം നീണ്ടു നിൽക്കുന്ന കേസുകൾ, ഇതിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾ അനുഭവിക്കുന്ന നരകയാതനകൾ ആരാണ് സഹോദരങ്ങളെ അറിയുന്നത്? എവിടെയെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കും മുമ്പ് നിങ്ങൾ ആ കുട്ടികളുടെ ആ ഓമനത്വമുള്ള നിഷ്കളങ്കമായ മുഖത്തെ ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ആ കുട്ടികളെ ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് കോടതിയിൽ ഏറ്റുമുട്ടാൻ പറ്റൂല. അതേപോലെ തന്നെ നിയമയുദ്ധം നേടി ചെലവിന് വാങ്ങാൻ പറ്റൂല. അതൊക്കെ ഒരു മസ്ലഹത്തിലൂടെ പരിഹരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും. ഞാൻ അതുകൊണ്ട് കുട്ടികൾക്ക് സ്നേഹം നഷ്ടപ്പെടുന്ന രംഗങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്ന് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ഗൗരവപരമായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യം ഉറപ്പെടുത്താനുള്ളത്. സ്നേഹമെന്ന് പറയുമ്പോൾ ആ സ്നേഹം എല്ലാ അർത്ഥത്തിലും ആ കുട്ടികൾക്ക് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മന്റെ നിന്ന് കിട്ടേണ്ട ഒരു സ്നേഹം അത് ഉമ്മന്റെ തന്നെ കിട്ടണം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ വാപ്പനെ എത്ര കുട്ടി സ്നേഹിച്ചാലും ഉറങ്ങാൻ അവൾക്ക് ഉമ്മ വേണം, വേണ്ടേ? കുട്ടി എത്ര വാപ്പന്റെ കുട്ടിയായി ജീവിച്ചാലും ഉറങ്ങാൻ കുട്ടിക്ക് ഉമ്മ വേണം. കാരണം ഉമ്മ നൽകുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം മറ്റാർക്കും കഴിയാൻ പറ്റില്ല. ഒരു വീട്ടുമുറ്റത്തെ രംഗം ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഞാനൊരു യാത്രക്കിടയിൽ കണ്ട ഒരു രംഗമാണ്. എന്താ രംഗം എന്നറിയങ്ങൾ? ഇതൊരു വല്ലാത്ത രംഗമാണ്. നല്ല ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കുട്ടി. ആ കുട്ടി വളരെ ഉയർന്ന കുലീനതയുടെ ഭാവം ആ കുട്ടിയുടെ മുഖത്തുണ്ട്. വീടിന്റെ തിണ്ണയിൽ ഒരു ഒതുക്കിലിരുന്ന്
യാതൊരു വൃത്തിയുമില്ലാത്ത വസ്ത്രമോ ദേഹമോ കയ്യോ ഒന്നും വൃത്തിയില്ലാത്ത ഒരു സ്ത്രീ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. യാതൊരുവിധ വൃത്തിയുടെയോ ആ ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള ഒരു സ്നേഹത്തിന്റെയോ ഭാവങ്ങളില്ല. കുട്ടി കഴിക്കാൻ വിസമ്മതിക്കുമ്പോൾ ശക്തമായി ശകാരിക്കുകയാണ്. കാരണം ശകാരം കേൾക്കാൻ ഉദ്യോഗസ്ഥരായ ദമ്പതികൾ വീട്ടിലില്ല. ആ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യാനുമുള്ള ശമ്പളം അവർക്ക് മാസം കൊടുക്കുന്നുണ്ട്. ഒരു ചെറുപ്പത്തിൽ, ഒരു 1.5 വയസ്സിൽ തന്റെ മാതാവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹത്തിന്റെ ഭക്ഷണങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട പിഞ്ചോമന പൈതങ്ങൾ ഉന്നതരായ കുടുംബങ്ങളിലുണ്ട്. സഹോദരങ്ങളെ, സ്നേഹം നിഷേധിക്കപ്പെട്ടോ? നിങ്ങൾ പറയൂ. വാത്സല്യത്തിൽ കിട്ടേണ്ട മുലപ്പാലുകൾക്ക് പകരം കുപ്പിപ്പാല് കുടിക്കേണ്ടി വരുന്ന കുട്ടികൾ, മാതാവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹത്തിന്റെ ഭക്ഷണം നിഷേധിക്കപ്പെടുന്നവർ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വാപ്പയെയും ഉമ്മയെയും കാണാതെ തടവറയിൽ പാർപ്പിക്കേണ്ടി വരേണ്ടവർ. അതുകൊണ്ടൊക്കെ നമുക്ക് എന്തു ലഭിക്കാൻ? നിങ്ങൾ സമ്പാദിക്കുന്നതും പെൻഷൻ വാങ്ങുന്നതും ഭാവിയെ ഭയന്നിട്ടാണോ? എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ പെൻഷൻ അല്ല, ഈ പിഞ്ചോമന പൈതങ്ങളാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബേ, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കരുണ തന്ന പോലെ അവർക്കും കാരുണ്യം കൊടുക്കണേ. കുട്ടികൾ ശല്യമാണെന്ന് തോന്നുന്നുണ്ടോ സഹോദരങ്ങളെ? ഒന്ന് സ്വൈരമായി യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടോണ്ടാ. എങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നത്? കുട്ടികളെ കൊണ്ടുപോകണം, കുട്ടികളെ കൊണ്ടുപോകണം. ആ കുട്ടിക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. വാപ്പിയമ്മയും ഗൗരവപരമായ ഒരു കാര്യത്തിന് പോയതാണ്. ആശുപത്രിയിലാവുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിർത്തിക്കൊള്ളിയും. കുട്ടിക്ക് ആശുപത്രി കൊണ്ടായാൽ അസുഖം വരും. ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നിങ്ങളൊരു ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടിയോ ഒരു സന്തോഷകരമായ യാത്രക്ക് വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകണം. കുട്ടികൾക്ക് നൽകേണ്ട ബന്ധവും സ്നേഹവും നമ്മൾ നിരാകരിക്കപ്പെടുമ്പോൾ അവരിൽ ഒറ്റപ്പെടലും വേദനകളും ഉണ്ടാവും. അതുകൊണ്ട് സ്നേഹത്തിന്റെ ഒരവസരത്തെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും. നബി പറഞ്ഞു, ഇന്നമാ അന റഹ്മ. വിശ്വാസം പറഞ്ഞു, ഞാൻ കരുണയാണെന്ന്. എന്നിൽ നിന്ന് കരുണയല്ലാതെ നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. കാരുണ്യം നബി സ്വന്തമായി പറയാം. വിശുദ്ധ ഖുർആൻ നബിയെ കുറിച്ച് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് നിന്നെ നിയോഗിച്ചത്. സഹോദരങ്ങളെ, ആ സ്നേഹം ലോകത്ത് ഏറ്റവും അധികം നമ്മുടെ കുട്ടികൾ സ്നേഹം അനുഭവിക്കുന്നത് നമ്മൾ ഇന്നാകട്ടെ. അതുകൊണ്ട് ഉമ്മമാർ നൽകേണ്ട, കുട്ടികൾക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകുക. അത് കൃത്യമായി അവരോടൊപ്പം നിന്ന് അവരെ സ്നേഹിച്ചും, അവരുറങ്ങുമ്പോൾ ഉമ്മ വേണം. ഭക്ഷണം കൊടുക്കാൻ ഉമ്മ വേണം. ഉണരുമ്പോൾ ഉമ്മ വേണം. അവിടെയെല്ലാം എത്രയെത്ര ഉണർച്ചയിൽ ഉമ്മയെ കാണാതെ പോയോ, എത്രയെത്ര ഭക്ഷണ സന്ദർഭങ്ങളിൽ ഉമ്മയെ കാണാതെ പോയോ, അതൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ വേദനയായി അവശേഷിക്കും. അതുകൊണ്ട് ആ സ്നേഹം ശരിയായ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് എനിക്ക് ഏറ്റവും ഒന്നാമതായി പറയാനുള്ളത്. അത് നഷ്ടപ്പെടുന്ന യാതൊരു സാഹചര്യവും നമ്മുടെ വീട്ടിലില്ലാതിരിക്കാം. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ കുട്ടികളെ ഉള്ള കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നത് എപ്പോഴും വിമർശനങ്ങളാണ്. ഞാനടക്കമുള്ള നമ്മളിൽ നിന്നൊക്കെ വന്നു പോകും. എന്തെങ്കിലുമൊക്കെ അരുതാത്തത് കാണുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഇടപെടുക. യഥാർത്ഥത്തിൽ ആ ഇടപെടലുകൾ ദോഷമേ ചെയ്യൂ. ഹൃദയത്തിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? സ്നേഹത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. അത് എങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ആളുകൾ പല മാർഗങ്ങളാണ് സ്വീകരിക്കുക. ചില കുടുംബങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ, ഉമ്മനെ കുറ്റം പറഞ്ഞ് വാപ്പ സ്നേഹിക്കുന്നവനാകും, വാപ്പനെ കുറ്റം പറഞ്ഞ് ഉമ്മ സ്നേഹിക്കുന്നവളാകും. ഇത് പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു ഏർപ്പാടാണ്. തമാശക്ക് വേണ്ടിയാണെങ്കിലും അതൊരു പക്ഷേ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയേക്കാണ്. വാപ്പനെ കുറ്റം പറയാം, വാപ്പ എങ്ങനെ തന്നെയാണ് എന്ന് പറയാം, ഉമ്മനെ കുറ്റം പറയാം. യഥാർത്ഥത്തിൽ ആ വിമർശനങ്ങൾ കുട്ടിക്ക് വേണ്ടിയുള്ള വാപ്പയുടെയും ഉമ്മയുടെയും പരസ്പരമുള്ള തർക്കങ്ങളും സംസാരങ്ങളും ആ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുകയും വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യാറിയോ, നമ്മൾ ആ സ്നേഹം എന്നുള്ളത് ശരിയായ രൂപത്തിൽ കുട്ടികളോട് പ്രകടിപ്പിക്കേണ്ടവർ അതിനവസരമില്ലാതിരിക്കുകയും വിമർശകരായിത്തീരുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്താൻ നല്ലത്. കാരണം കുട്ടികൾക്ക് വിമർശനം വളരെ ഭയാനകമാണ്. അത് കേൾക്കുമ്പോഴൊക്കെ അവർ തളർന്നു പോകും. കാരണം കുറ്റപ്പെടുത്തുന്നത് ആരാന്നറിയങ്ങള്, ഏറ്റവും അധികം അവർ സ്നേഹിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളിൽ നിന്ന് വിമർശനങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു വിമർശനത്തിന്റെ ശൈലി ഉപേക്ഷിക്കാൻ എപ്പോഴും മാതാപിതാക്കൾ തയ്യാറാവണം എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ വന്നു പോകുന്നതാണ്, ചിലപ്പോൾ മനസ്സിന്റെ പ്രയാസങ്ങളിൽ നിന്ന് വന്നു പോകുന്നതാണ്. പക്ഷെ എങ്കിലും അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കാൻ,
പ്രോത്സാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങളോട്. നമ്മൾ നമ്മുടെ കുട്ടികളോട് നല്ല വാക്ക് പറയാം. നീ ഒരു നല്ല കുട്ടിയാണെന്ന് നമ്മുടെ കുട്ടിയോട് പറയാൻ ശ്രമിച്ചാൽ ആ കുട്ടി നല്ല കുട്ടിയാവും. എന്താണോ ആ കുട്ടിയോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരം, അത് തന്നെയാണ് ആ കുട്ടിയിൽ വളർന്നു വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില കുട്ടികളൊക്കെ വളരെ വലിയ എന്ത് പരാക്രമങ്ങളും, അപ്പുറത്ത് കയറുക, അത് വലിച്ചിടുക, അപ്പുറത്ത് കയറുക, ഇത് വലിച്ചിടുക, നിയന്ത്രിക്കാൻ പറ്റൂല, ആകെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞു, ചിലപ്പോഴൊക്കെ മാനസികമായ തകരാറുകളെ കൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കാം. അത് ചെറിയ മരുന്ന് കൊണ്ടോ ചികിത്സ കൊണ്ടോ മാറും. പക്ഷെ ചില കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വഭാവ രൂപീകരണമാണ് അത് എന്ന് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം തരും ആ കുട്ടി ചെയ്യുന്ന എന്തെങ്കിലും വില്ലത്തരങ്ങൾ വരുന്നവർക്കൊക്കെ അമ്മ വിശദീകരിച്ചു കൊടുക്കും. ഇന്നലെ പോകാൻ കാട്ടിയെങ്കിൽ കരുതി, ഇന്നലെ പോകാൻ കാട്ടി ഞാൻ പറഞ്ഞില്ല. ഇന്നലെ പോകാൻ കാണിച്ചെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ മത്സ്യത്തെ വളർത്താൻ വേണ്ടി വെച്ചിരുന്ന ആ സാധനം ഉണ്ടല്ലോ, അതൊന്നായിട്ട് വലിച്ച് നിലത്ത് കിട്ടും. ഞാനതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞത് എപ്പോഴാണ് നിങ്ങൾ വിശദീകരിക്കും? ഒരാളല്ല, എത്രയോ ആളോടാണ് ആ വിഷയം വേണ്ടത്. മിനിഞ്ഞാതവൻ ചെയ്തത് പറയണം, കുട്ടിന്റെ മഹത്വം വേണം. മിനിഞ്ഞാതവൻ ചെയ്തത് അതിനേക്കാളും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ, അവൻ ഗ്യാസ് ഓണാക്കിയിട്ട് പോകുന്നുണ്ട് എന്നെ അറിയാതെ. എന്താണ് കുട്ടികൾ 4 കസേര വെച്ചിട്ടാണ് അവൻ മേലേക്ക് കയറിയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ 5ാമത്തെ കസേര വെക്കാനുള്ള പ്രോത്സാഹനമാണ് പറയുന്ന ആൾക്കാർ ഇത് ആലോചിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു 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 കുട്ടികളെ എന്താണോ ഇന്ന് കംപ്ലൈന്റ് ആയി പറയുന്നത്, ആ കംപ്ലൈന്റുകൾ നിർത്താത്തിടത്തോളം കാലം ആ കുട്ടിയാവില്ല. കാരണം ആ കുട്ടി വിചാരിക്കണം എന്താ വെച്ചാൽ, തൻ്റെ ഏതൊരു കുട്ടിയുടെയും മാനസികാവസ്ഥ, പ്രായമായവർക്കും കുട്ടികൾക്കുള്ളൊരു പൊതു മാനസികാവസ്ഥയിൽ ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നാണ്. നമ്മളെ ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ എന്തും ചെയ്യും. അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർ മനസ്സിലാവണം എപ്പോഴാച്ചാൽ അവരെ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോ എന്താണ് നമുക്കൊക്കെ എന്താ, എന്റെ കുട്ടി നല്ലോണം ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞാൽ കുട്ടി ഭക്ഷണം കഴിക്കും ആണ്ടാകുക. എന്റെ കുട്ടി നേരത്തെ ഉറങ്ങും, നേരത്തെ ഉറങ്ങും. എത്ര ചെറിയ കാര്യങ്ങളൊക്കെ, ഇതിനൊന്നും വലിയ മനഃശാസ്ത്രം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കും. അവർക്ക് ഏറ്റവും അനുകൂലമായ പ്രോത്സാഹനകരമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞ മിക്കവാറും വീടുകളിൽ ഈ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം ഒഴിവാകാൻ ഇന്നു മുതൽ തുടങ്ങിയാൽ മതി. നിങ്ങളുടെ കുട്ടിയുടെ തെറ്റായ ഒരു കാര്യം അവന്റെ മുമ്പിൽ വെച്ചൊരിക്കലും പറയരുത്. അത് ഏറ്റവും പ്രയാസകരമായ കാര്യം ഉണ്ടാക്കും. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ക്ലിനിക്കിലൊക്കെ പോയാൽ എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാൻ വേണ്ടി ഞാൻ അത് ഉദാഹരണമായി പറഞ്ഞത്. ഈ കിടക്കയിലൊക്കെ മൂത്രമൊഴിക്കുന്ന കുട്ടികളുണ്ടാവും. കുറച്ചൊക്കെ ഒരു പ്രായമായാലും മൂത്രമൊഴിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ, മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും. അപ്പോൾ ഈ കുട്ടി മൂത്രമൊഴിക്കുന്ന വിവരം പലപ്പോഴും ആ കുട്ടിക്ക് ലജ്ജാകരമായി തോന്നും. രാവിലെ തന്നെ കരഞ്ഞിട്ടാ വരിക. എന്താ കരയണത്? രാത്രി ഇന്നും മൂത്രമൊഴിച്ചല്ലോ, ഇനി ഉമ്മ എങ്ങനെ പ്രതികരിക്കുന്നാണ് ആലോചിച്ച് ബേജാറായി വരികക്കാരാ കുട്ടി. ആ കുട്ടിയുടെ ഈ മൂത്രമൊഴിക്കൽ അസുഖം എല്ലാവരും മുമ്പിലും വെച്ച് പറയുമ്പോൾ അവൻ അപമാനിതനാവുകയാണ്. ഈ അപമാനം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കരുതേ എന്ന് നമ്മുടെ കുട്ടികളൊക്കെ പരിശോധിക്കുന്ന ക്ലിനിക്കുകളിലൊക്കെ ബോർഡ് വെച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പക്ഷേ പെട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ അത്തരം കുട്ടികളിൽ നിന്ന് ആ ദുശ്ശീലം മാറ്റിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടായാൽ ഒരു പരിധി വരെ ഇപ്പൊ കുട്ടികളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വർത്തമാനങ്ങൾ, അവരുടെ തെറ്റായ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവരിൽ എന്തു വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാം. ഓ സത്യേ പറയുള്ളൂ, ഓ നല്ലവനാണ്, എന്ത് ശീലങ്ങൾ ഉണ്ടാക്കണോ അത് നമ്മൾ പ്രോത്സാഹനങ്ങളായി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ കുട്ടികളിൽ നല്ല ശീലം വരും. ഒരു പരിധി വരെ നമ്മുടെ കുട്ടികളെ നാം വിചാരിക്കുന്നിടത്ത് എത്തിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതേ വിചാരിച്ച് എനിക്ക് രക്ഷിതാക്കന്മാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കുട്ടിന്റെ സൈക്കോളജിയെ കുറിച്ചുള്ള ചർച്ച കുട്ടിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നടത്തരുത്. ഇങ്ങനെ നീ പറഞ്ഞാൽ കുട്ടി നന്നാവൂല എന്നയാൾ, ഇങ്ങനെ പറഞ്ഞാലേ കുട്ടി നന്നാവൂ എന്നാ മറ്റേ ആൾ പറയണം എന്ന് പറഞ്ഞാൽ, ദയ വിചാരിച്ച് അത് കുട്ടി ഉറങ്ങിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. കുട്ടി എന്ത് പറഞ്ഞാലാ നന്നാകുക, എന്ത് പറഞ്ഞാലാ കേടുവരിക എന്ന് തീരുമാനിച്ചിട്ട് ഒരു പൊതു സമീപനം, എങ്ങനെയാണോ കുട്ടിയെ നന്നാക്കാൻ വിചാരിക്കുന്നത് അതിനൊരു പൊതുവായ സമീപനം നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞത് കുട്ടി വളർന്നു തുടങ്ങുമ്പോഴേക്കന്നെ ഈ സ്വഭാവ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കും. പിന്നെ നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണിത് സമ്മാനം, മുക്കാഫഅത്ത്, സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഉടുപ്പ് നൽകുന്നു, വസ്ത്രം നൽകുന്നു, അതേപോലെ പിന്നെ കളിസാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. അതെപ്പോഴാണ് വാങ്ങണത്? നമ്മളിങ്ങനെ യാത്ര പോണ സമയത്ത് കുട്ടി അത് കണ്ടപ്പോൾ അത് വേണമെന്ന് കുട്ടി പറഞ്ഞു, അപ്പോഴാണ് വാങ്ങിക്കൊടുക്കണത്. അപ്പൊ വാങ്ങിക്കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു നല്ല ശീലമല്ലല്ലോ. ഇന്നൊന്ന് കണ്ടാൽ നാളെ വേറൊന്ന് കാണുമല്ലോ. അങ്ങാടി മുഴുവൻ നമുക്ക് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആ കുട്ടി പറയുന്ന വസ്തു ഞാൻ വാങ്ങിത്തരും, അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് നിനക്കത് കിട്ടും
ഒന്ന് ക്ഷമിക്കുക. എന്നിട്ടോ അത് എന്തിനാണ് വാങ്ങിത്തരുന്നത്? എന്തെങ്കിലും ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടൊരു സമ്മാനം, ഏറ്റവും മിനിമം രാവിലെ നീച്ചൊന്ന് നേരത്തെ ഒന്ന് എഴുതിയിട്ട് നിസ്കരിക്കുന്നി, അല്ലെങ്കിൽ എന്നും വൈകുന്നേരം കൃത്യമായി 1 മണിക്കൂർ മഗ്‌രിബ് കഴിഞ്ഞാൽ ഇരുന്ന് വായിക്കണം, പഠിക്കാനുള്ളത് പഠിക്കണം. എന്തു കാര്യത്തിനാണോ സമ്മാനം കുട്ടികളെ വല്ലാതെ സന്തോഷിപ്പിക്കും. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ എത്ര വിലപ്പെട്ട വസ്തു വാങ്ങിക്കൊടുത്താലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാത്ത കുട്ടികൾ സമ്മാനമായി വാങ്ങിക്കൊടുക്കുന്നത് 25 പൈസയുടെ മിഠായി ആണെങ്കിൽ പോലും അത് സന്തോഷത്തോടെ വാങ്ങും. സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നന്മയുടെ പേരിൽ നൽകുക. ഉപ്പന്റെ വക സമ്മാനം, ഉമ്മന്റെ വക സമ്മാനം, അത് ഏറ്റവും നല്ല വസ്തുക്കളായിരിക്കാൻ. കാരണം സമ്മാനം കൊടുക്കുമ്പോൾ ആ വസ്തു തീരുമാനിക്കാൻ അവകാശം നമുക്കുണ്ട്. പക്ഷെ കുട്ടി ആവശ്യപ്പെടുന്ന വസ്തു ഒരുപക്ഷെ കുട്ടിക്ക് ആവശ്യമുള്ളത് ആയിക്കോളുന്നില്ല. സമ്മാനം കൊടുക്കുന്നവർക്ക് തീരുമാനിക്കാം എന്താണ് സമ്മാനം കൊടുക്കേണ്ടതെന്ന്. സമ്മാനങ്ങളെ കൊണ്ട് കുട്ടികൾക്ക് പ്രോത്സാഹനം, ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവും. അതേമാതിരി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കറിയാലോ, ഒരു രോഗിയുടെ അടുക്കൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി രോഗശമനം കിട്ടുക എന്നുള്ളത് പ്രധാനമാണെങ്കിലും നമ്മൾ ആ പ്രാർത്ഥനയിൽ അയാൾക്കൊരു നിർവൃതിയുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാളെ മുഖത്തൊക്കെ നോക്കും നിങ്ങൾ, അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക്കാന്ന് 7 പ്രാവശ്യം രോഗിയുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ രോഗിക്കൊരു അനുഭൂതി ഉണ്ട് അതിന് മുന്നിൽ. എന്ന പോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലത് വരാൻ, നന്മ വരാൻ നല്ല സമയത്ത് എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നറിയുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ നല്ല അവസ്ഥക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങൾ. അതേപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ചാൻസാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിചാരിച്ച രൂപത്തിൽ അവരെ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കുട്ടികളുടെ ചോദ്യങ്ങൾ. എന്തൊക്കെ എൻ്റെ നിങ്ങൾ കുട്ടികളെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ ചോദ്യം എന്ന നിലക്ക് നമ്മൾ അവഗണിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, എല്ലാ ചോദ്യത്തിനല്ല, ചില ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വളരെ വലിയ കാര്യങ്ങൾ ആ കുട്ടികളെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അനുഗുണമായ നല്ല പ്രതികരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നൽകുക. അതേപോലെ കുട്ടികളെ കൂടെ കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞല്ലോ, കൂടെ കൊണ്ടുപോയി ഏറ്റവും നല്ല ഉപദേശങ്ങളും നല്ല സഹവാസവും നൽകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ ആ കുട്ടികളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ പ്രോത്സാഹനങ്ങളുടെയും സ്നേഹത്തിന്റെയും വഴി കുട്ടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം സഹോദരങ്ങളെ ശിക്ഷയാണ്. കുട്ടികളെ ശിക്ഷിക്കണം. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ശിക്ഷിക്കണം എന്നുള്ള കാര്യം. പക്ഷെ ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അടിമയെ തല്ലുമ്പോൾ പോലും ഒരു മര്യാദ ഉണ്ട് ഇസ്ലാമിൽ. ഞാൻ പറഞ്ഞത് പാലിക്കണം എന്നാ പറഞ്ഞു. നിങ്ങൾ വാപ്പയാണെങ്കിലും എത്ര വലിയ അധികാരപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബാധ്യത നമ്മൾ നിറവേറണം. അതായത് റസൂൽ പറഞ്ഞു, ഇദാ ദറബ അഹദുക്കും ഖാദിമഹു ഫൽതത്തഖി വജ്ഹഹു. നിങ്ങളുടെ അടിമയെ, വേലക്കാരനെ തല്ലുമ്പോൾ പോലും നിങ്ങൾ മുഖത്തടിക്കാൻ പാടില്ല എന്നാണ്. മുഖത്തടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നമ്മുടെ കുട്ടികളെ മനസ്സുകളെ തകർത്ത് കളയും. നമ്മുടെ ദേഷ്യം കുട്ടികളോടുള്ള പ്രതികാരമായി മാറുന്ന പല അവസരങ്ങളുണ്ട്. മാപ്പിമ്മയും തമ്മിൽ ചെറിയ പ്രശ്നത്തിലാണെങ്കിൽ ചിലപ്പോഴൊക്കെ കുട്ടികൾക്ക് അതിന്റെ ചില പ്രയാസങ്ങൾ, പീഡനങ്ങളും ചിലപ്പോൾ ലഭിക്കേണ്ടി വരും. അത്തരം മനസ്സിന്റെ വിഷമങ്ങളും കാര്യങ്ങളും തീർക്കുവാനുള്ള അറിയാത്ത ബലിയാടുകളായി, അറിയാതെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട നിരപരാധികളായി കുട്ടികൾ മാറാറുണ്ട്. ഞാൻ പറഞ്ഞ അടിക്കാൻ എന്നുള്ളത് ഒരു നിർബന്ധ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അടിക്കുമ്പോൾ അതൊരിക്കലും മുഖത്തടിക്കരുത്. എത്ര ആളുകളാണ് കുട്ടികളെ നിർദ്ദയം അടിക്കുന്ന ആളുകൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഏറ്റവും മിനിമം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു മനഃശാസ്ത്രമാണ്. ക്ലാസ്സിലൊക്കെ എന്താ വിചാരിച്ചാൽ 40 കുട്ടികൾ തെറ്റ് ചെയ്തു. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് 40 കുട്ടികളും തെറ്റുകാരാണെങ്കിൽ ഒരു പൊതു ശിക്ഷ പ്രഖ്യാപിച്ച് അവിടെ അവസാനിക്കും. തല്ലേണ്ടത് എപ്പോഴാണെങ്കിൽ ഒരു തെറ്റ് ഒരാൾ ചെയ്തു, അത് ഗുരുതരമായ തെറ്റാണെങ്കിൽ 1 വർഷത്തിൽ ക്ലാസ്സിൽ വെച്ച് ഒരൊറ്റ അടി ആവശ്യമുണ്ടാവുള്ളൂ. ആ അടിയുടെ വേദന അവനൊരു പക്ഷെ അറിയാമെങ്കിലും കൂടെയുള്ളവർക്ക് അറിയാൻ പറ്റൂല. എപ്പോഴും ശിക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ കുട്ടി ഇങ്ങനെ അത് അനുഭവിക്കുന്നല്ലാതെ ശിക്ഷിച്ച് എന്നും അടിച്ചും മർദ്ദിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ ഉള്ളത്? കുട്ടികളെ തല്ലുക എന്നുള്ളത് അനിവാര്യമായ ഒരു സമയത്തും സന്ദർഭത്തും ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ തന്റെ പിതാവിന്റെ കൈയിന്റെ ചൂടറിഞ്ഞവന് ജീവിതകാലം മുഴുവനും ഏതു ശിക്ഷയെക്കുറിച്ചും ഭയം ജനിക്കാൻ അത് മതിയാകും. എപ്പോഴെങ്കിലും ഒരിക്കലുള്ള ഒരു ശിക്ഷ, അതെന്തിനാവണം? നമ്മുടെ ഒരു ഓഫീസിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ പേരിലോ കുടുംബപരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലോ ആകരുത്. അവൻ ഒരു അടിക്കു മാത്രമുള്ള തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് 100% ആ കുട്ടി
തേങ്ങി തേങ്ങി കരയുമ്പോൾ അവനെ ബോധ്യപ്പെടുത്താൻ ആ അടിച്ച ആൾക്ക് കഴിയണം. അല്ലെങ്കിൽ ഉറക്കത്തിൽ പോലും ആ കുട്ടി തേങ്ങും. എല്ലാം മറന്നുറങ്ങുമ്പോൾ പോലും ആ അടിയുടെ വേദന കൊണ്ട് അവൻ തേങ്ങും. കാരണം അവന്റെ ശരീരം ഉറങ്ങിയാലും ഉറക്കത്തിൽ അവന്റെ ഹൃദയം മനസ്സുണർന്നു നിൽക്കുന്നു. ഉറക്കത്തിൽ തേങ്ങുക കുട്ടി. പണ്ട് അടിക്കുക ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയൊക്കെ ആരോടും പറയല്ല, നമ്മളോടാ പറയാനുള്ളത്. നമ്മളെത്താണ് അടി കിട്ടിയത്. അതുകൊണ്ട് വെറുതെ കുട്ടികളെ ആക്രമിക്കുന്നവർ ദയയില്ലാത്തവരാണ്. നിങ്ങൾക്ക് അതിന് അവകാശമില്ല. നിങ്ങൾ വാപ്പേനോ ഉമ്മേനോ കണ്ടില്ല, നിങ്ങൾക്ക് ആ കുട്ടികളെ മർദ്ദിക്കാൻ അവകാശമില്ല. തികഞ്ഞ കാരണം കൊണ്ടും ആ കുട്ടിക്ക് ബോധ്യപ്പെടുന്ന കാരണം കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ ശിക്ഷിക്കുക, നന്നാക്കാൻ എന്ന പേരിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് കുട്ടികളെ മർദ്ദിക്കുന്നവർ തീർച്ചയായും ഭാവിയിൽ അതിന്റെ വലിയ പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരും. ആ കുട്ടികളിൽ ഒരുപക്ഷെ തികഞ്ഞ ഈ സമൂഹത്തോടും കുടുംബത്തോടും നാട്ടുകാരോടും എല്ലാം പ്രതികൂലമായ മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടാൻ ആ പീഡനങ്ങൾ ഒരു പരിധിവരെ കാരണമായേക്കുന്നതാണ്. അപ്പോ ശിക്ഷിക്കുന്നത് എന്ത് ചെയ്യണം? ഇസ്ലാമിക നിയമപ്രകാരം പോലും ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് ചില മര്യാദ ഉണ്ട്. ആ ഗൗരവത്തോടു കൂടെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്താ അറിയൂ, ഒരു ശിക്ഷ നടപ്പിലാക്കുന്നതിന് ഒരു കാരുണ്യത്തിന്റെ ഒരു വശമുണ്ട്, ഒരു നയപരമായ ഒരു കാര്യമുണ്ട്. വെറുതെ ദേഷ്യം വരുമ്പോൾ പോയി തല്ലല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവം, എപ്പോഴും കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പള്ളി അറിഞ്ഞാൽ അടിയിൽ മണലാണ്. ഇപ്പോ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു അഅറാബി വന്നു, അദ്ദേഹം അവിടെ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിക്കുന്നത് കണ്ടപ്പോഴേക്കും സഹാബത്തൊക്കെ ബഹളം വെച്ചു. നബി വന്നു, ആദ്യം അയാളെ മൂത്രമൊഴിക്കാൻ അനുവദിച്ചു. ചെയ്തത് മനസ്സിലായി? അയാളെ മൂത്രമൊഴിക്കാൻ അനുവദിച്ച് അയാളെ മുഴുവനാക്കിക്കൊണ്ടതാണ് നബി ആദ്യം പറഞ്ഞത്. അയാളെ മുഴുവനാണ് മൂത്രമൊഴിച്ച് പള്ളിയിൽ. മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നബി അയാളോട് പറഞ്ഞ എന്താ അറിയോ, ഇതേ പള്ളിയല്ലേ, അത് നമുക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ ഉള്ള സ്ഥലമല്ലേ, ഇവിടെ ഇപ്പൊ ഇങ്ങനെ മൂത്രമൊഴിക്കാന്നുള്ളത് ശരിയല്ലല്ലോ എന്നാ പറഞ്ഞു. അപ്പോ ഉടനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എനിക്കും മുഹമ്മദിനും മാത്രം നീ കരുണ ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം വേറെല്ലോലും ഒക്കെ കൊള്ളരുതാത്തോലാണെന്ന്. ഇന്നോട് ഈ സ്നേഹത്തിൽ വർത്താനം പറഞ്ഞ മുഹമ്മദിനും എനിക്കും മാത്രം നീ കരുണ ചെയ്യണേ എന്നാണ്. ആ സ്നേഹം നന്നായിട്ട് ഒരു തെറ്റ് ചെയ്തോനെന്തരും ആ ശിക്ഷന്റെ ഭീകരതയെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴേ കാരം സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടൽ വല്ലാതെ മനസ്സിനെ സ്വാധീനിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മണലല്ലേ, ആ സ്ഥലത്ത് ഒഴിച്ചു, അത് വൃത്തിയാക്കി. എന്നിട്ട് നബി ഒരു പൊതുവായ ഉപദേശം അവർക്കൊക്കെ നൽകി. നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയും വെറുപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങളെ നിയോഗിച്ചത്, ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനും അതേപോലെ തന്നെ ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാനുമാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്തു. ഇങ്ങനെ എത്ര തന്ത്രപരമായ നിലപാട് നമ്മളെ കുട്ടികളോട് സ്വീകരിക്കാൻ പറ്റും? ഒരു തെറ്റവൻ ചെയ്തു, ജീവിതത്തിൽ ആദ്യമായ തെറ്റ്, നമുക്കറിയാം. അതിന്റെ സംഘർഷത്തോടുകൂടെ അവൻ വരുമ്പോൾ ആ തെറ്റ് അതോടുകൂടെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. എന്ത്? മാരകമായ ഒരു അടി കൊണ്ടല്ല, ആക്രമണം കൊണ്ടല്ല, ബഹിഷ്കരണം കൊണ്ടല്ല, വാതിൽ തുറന്നു കൊടുക്കാതെയല്ല. പിന്നെങ്ങനെ? തന്ത്രപരമായി ആ തെറ്റിനെ കുറിച്ച് പഠിച്ചും മനസ്സിലാക്കിയും അവനെ ചികിത്സിക്കാൻ കഴിയും. ഇത് ശിക്ഷയുടെ തന്നെ ഏറ്റവും നല്ലൊരു രൂപമാണ്. ആ രൂപം ശിക്ഷയോടൊപ്പം തന്നെ അവനിൽ മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെന്താ അറിയും, വളരെ ഒരു ദയയില്ലാത്ത മുഖത്തൊക്കെ നോക്കിയാൽ നമ്മള് ഏറ്റവും വൃത്തികെട്ടവരോട് കാണിക്കണ പോലെ മുഖമാകെ ചുവന്ന് തുടുത്ത് കണ്ണൊക്കെ ആകെ പേടിപ്പിച്ച് ഇങ്ങനെയൊന്നും നമ്മൾ കുട്ടികളോട് എന്തിനാണ് ഇത്ര ക്രൂരമായി നമ്മൾ ചെയ്യുന്നത്? ആ കസ്വത്തുണ്ട്, അത് പാടില്ലാത്തതാണ്. മൻ യുഹ്റമുർ റിഫ്ഖ യുഹ്റമുൽ ഖൈറ കുല്ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. മൻ യുഹ്റമുർ റിഫ്ഖ, ലോലതയെ, വളരെ മൃദുലമായ ആ അവസ്ഥയെ ആർ നിഷേധിച്ചുവോ അവന് യുഹ്റമുൽ ഖൈറു കുല്ലഹു, എല്ലാ നന്മയും അവന് നിഷേധിക്കപ്പെട്ടു. ജീവിതത്തിലെ ലോലമായ പെരുമാറ്റ സമീപനങ്ങൾ എന്നു നമുക്ക് നഷ്ടപ്പെടുന്നുവോ അന്നു സർവ നന്മകളും നമുക്ക് നഷ്ടമായിരിക്കുന്നതാണ്. ഒരു ക്രൂരനായ പിതാവായി, ഒരു ക്രൂരയായ മാതാവായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. നമ്മളുടെ സ്നേഹത്തെ, ഹൃദയത്തിന്റെ വാത്സല്യത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ കഠിനമായ ഒരു സമീപന രീതി, തെറ്റ് ചെയ്യുകയാണെങ്കിലും എത്ര മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിധി വിട്ട ഒരു കാഠിന്യം ഒരിക്കലും നമ്മൾ പ്രകടിപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾ പലരും നാട് വിട്ടു പോകുന്നു, വീട് വിട്ടു പോകുന്നു, വാപ്പനിയമ്മനി നിരാകരിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ കുട്ടികളോടുള്ള ഒരു നിലവാരന്റെ സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ, ഒരൊറ്റ വാക്കുകൊണ്ടൊന്നും ആ നിലവാരം കാണരുത്. ഞാൻ പറയാം, നമുക്കൊക്കെ ഒരു നിലവാരല്ലേ, വാപ്പ അമ്മ എന്നൊക്കെ ഉള്ളൊരു നിലവാരം.
ഒരു വളരെ വൃത്തികെട്ടൊരു വാക്ക് മക്കളെ വിളിച്ചാൽ നമ്മൾ ആ നിലവാരം അവസാനിച്ച് ഒരു പദപ്രയോഗം മതി. കുട്ടി ജീവിതത്തിൽ കേൾക്കാത്തൊരു പദപ്രയോഗം. ഞാൻ പറഞ്ഞു, ചില രക്ഷിതാക്കന്മാർ ഓമനപ്പേരായി പോലും കുട്ടികളെ തെറി വിളിക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെയൊക്കെ ദേഷ്യം വരുമ്പോൾ അങ്ങനത്തെ വളരെ ഗുരുതരമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതൊക്കെ വളരെ വലിയ തെറ്റന്നെയാണ്. മക്കളോടാണെങ്കിലും അനീതി ചെയ്യാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതുകൊണ്ട് തെറ്റായ ചീത്ത വാക്ക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുന്നത് തെറ്റാണ്, നാളെ പരലോകത്ത് കുറ്റം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി തിരിച്ചറിയണമെന്നാണ്. പലപ്പോഴും നമ്മുടെ സഹോദരിമാരിലും അതേപോലെ തന്നെ പിതാക്കളിലും ഒക്കെ വന്നു പോകുന്ന കാര്യമാണ്. ഒരു കുട്ടി ഒരു തോന്നിവാസം നിങ്ങളിൽ നിന്ന് പഠിച്ചാൽ അവൻ ജീവിതകാലം എത്ര കാലം ആ വാക്ക് ഉപയോഗിച്ചുവോ ആ വാക്ക് 10,000 പ്രാവശ്യം അവൻ ഉപയോഗിച്ചുവെങ്കിൽ, കെൽബ് എന്ന് ഒരാളെ വിളിക്കാമെന്നത് നിങ്ങളിൽ നിന്നാവൻ അവൻ പഠിച്ചതെങ്കിൽ ഫലഹു വിസ്റഹ വവിസ്റു മൻ അമില ബിഹ, അവൻ ജീവിതത്തിൽ ആ പദം ആർക്കു നേരെയൊക്കെ ഉപയോഗിച്ചുവോ അതിന്റെ എല്ലാം പാപത്തുനിന്ന് ഒരു ചെറിയ പങ്ക് അത് പഠിപ്പിച്ചു കൊടുത്ത ഉമ്മക്കുണ്ടാവും, പഠിപ്പിച്ചു കൊടുത്ത വാപ്പക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളിൽ നിന്നും കുട്ടികൾ അനാവശ്യ പദം പഠിക്കുന്നതിനെ നിങ്ങൾ ഗൗരവപരമായി കാണണം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഒരു നല്ല വാക്ക് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്നൊരു നല്ല കാര്യം പഠിച്ചാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഒരു ചീത്ത കാര്യം പഠിച്ചാൽ അതെന്ത് ചെയ്യും? അതിന്റെ കുറ്റവും നമുക്ക് കിട്ടും. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കുട്ടിയെ തല്ലുകയാണ്. ചാട്ടവാരെടുത്ത് അടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ഒരടിമയെ തല്ലാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ദേഷ്യത്തിന്റെ ശക്തിയിൽ അദ്ദേഹം ചാട്ടവാറോങ്ങുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിൽ നിന്ന് വിളിച്ചു, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം, നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇഅ്ലം അബാ മസ്ഊദ്? അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് ചെയ്തു എന്നാണ്. ദേഷ്യം വരുന്ന സമയത്ത് ശിക്ഷിക്കുക എന്നുള്ളത് എന്തായാലും ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ കുട്ടികളെ ശിക്ഷിച്ചോളി, പക്ഷെ ശിക്ഷിക്കുന്ന എന്തായാലും ദേഷ്യം വരുന്ന സമയത്ത് കിട്ടിയതെടുത്തുകാണ് ശിക്ഷിക്കുക. അതിന് ശിക്ഷ എന്ന് പറയാൻ പറ്റൂ? ഒരാൾ ദേഷ്യം വരുമ്പോ തല്ലുന്നത് ശിക്ഷയാണോ? അത് അയാളുടെ ഒരു ദുശ്ശീലമാണ്. ദേശത്തെ കോപത്തെ അടക്കി വെക്കണമെന്നുള്ള അടിസ്ഥാനപരമായ മര്യാദ പാലിക്കാതിരിക്കുന്നു എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. ദേഷ്യം വരുമ്പോൾ ഒരിക്കലും കുട്ടികളെ ശിക്ഷിക്കരുത്. ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ടതല്ല ശിക്ഷ. ശിക്ഷ എന്നുള്ളത് അവരുടെ കേസ് വിചാരണ ചെയ്ത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നൽകേണ്ടതാണ് ശിക്ഷ. അല്ലാതെ ദേഷ്യം വരുമ്പോൾ തല്ലുന്നത് ശിക്ഷയുടെ കണക്കിൽ എഴുതിങ്ങാട്ട് സമാധാനിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്, ഗുരുതരമായ കാര്യങ്ങളാണ്. അത് നമ്മൾ കാണും. പിന്നെ ശിക്ഷയ്ക്കെന്നെ അനുകൂലമായ രൂപങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് കാട്ടറബിയായ മനുഷ്യൻ മൂത്രമൊഴിച്ചപ്പോൾ ചെയ്ത ശിക്ഷ, അതൊരു ശിക്ഷയാണ്, പക്ഷേ ശരിയായ രൂപമാണ്. രണ്ടാമത്തൊരു രൂപം എന്താന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രൂപത്തിൽ കുട്ടിയോട് പറഞ്ഞു, മോനെ സെമ്മില്ല, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്ക്, വലത്തേ കൈ കൊണ്ട് കഴിക്കുന്ന. അപ്പം എങ്ങനെ എടുത്താലും ഇടത്തെ കൈ കൊണ്ടേ കഴിക്കുള്ളൂ. അപ്പൊ ശിക്ഷന്റെ രൂപം എന്താന്ന് വിചാരിച്ചാൽ, എന്താ ശിക്ഷന്റെ രൂപം? പല രൂപങ്ങളുണ്ട് അവിടെ ശിക്ഷ. എന്നോടല്ല ഞാൻ പറഞ്ഞ് വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ, എന്താ പറഞ്ഞ് മനസ്സിലാവില്ല എനിക്ക്. ഇത് ചോദിക്കാം, അടിക്കാം, താക്കീത് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ നബി എന്താ ചെയ്തത്? നിങ്ങൾ ഓന്റെ ഇടത്തെ കൈമൺ പിടിച്ച് ഇനി കഴിച്ചു പറഞ്ഞു. കഴിച്ചാൽ പിന്നെ ഏത് കൈയോടെ കഴിക്കുക? വലത്തെ കൈയോടെ. അതന്നെ ശിക്ഷ. എത്ര ലളിതമായ ശിക്ഷ! പറഞ്ഞത് നടപ്പിലായില്ല, മറ്റേ പറഞ്ഞോ മാനം കെടും. ആ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ നടപ്പിലാകുന്ന രീതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ല സമീപനാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുട്ടികളിൽ നിന്ന് അനുഭവിക്കാനും പരീക്ഷിക്കാനും പറ്റിയ കാര്യമാകുന്നതാണ്. അപ്പൊ ഈ ഒരു രൂപം അതേപോലെ തന്നെ എന്താന്ന് വിചാരിച്ചാൽ, എപ്പോ നമ്മളെ മുഖത്ത് നോക്കിയാലും എന്താണ് ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം? ഞാൻ പറഞ്ഞ അതൊരു ശിക്ഷയല്ല. ഇത് കുട്ടിനോട് തെറ്റുക, 2 ദിവസം കുട്ടിനോട് മുണ്ടാതെ എങ്ങനെ നടക്കുക? അതൊക്കെ എങ്ങനെയാണ് ആ കുട്ടിനെ സ്വാധീനിക്കുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പൊ പറഞ്ഞു തീർക്കുക. ചില ഒരു പ്രശ്നം, ഒരു ആഘാതം ഉണ്ടായാൽ അപ്പൊ തൽക്കാലം ഇടപെടാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾ ക്രമേണ പറഞ്ഞ് എന്ത് ചെയ്യണം? പരിഹരിക്കണം. ഒരു പക്ഷെ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ കുട്ടികൾക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കും, നേർക്ക് നേരെ ചോദിക്കുമ്പോൾ അവൻ ചെയ്തിട്ടുണ്ടാവില്ല. ആ ശിക്ഷ അനാവശ്യമാണെന്ന് അവനറിയാം, പക്ഷെ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള അറിവും കഴിവും അവനില്ലാതെ പോയിട്ടുണ്ടാവും. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ശിക്ഷന്റെ ഒരു രൂപം എന്നുള്ള നിലയ്ക്ക് എപ്പോഴും കുട്ടികളോട് ഇങ്ങനെ മുഖം ചുളിപ്പിച്ച് നടക്കാം. അതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ ശിക്ഷയുടെ ഒരു നല്ല രൂപമാണ് താക്കീത്. മനസ്സിലായി? ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം? നമ്മൾ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്, ഇത് വളരെ ഗൗരവപരമാണ്, ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇത് തുടരാൻ പറ്റൂല,
ഇതാദ്യമായി ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയാണ്. പക്ഷെ ഇനി കണ്ടാൽ ബുദ്ധിമുട്ടാകും എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അതും കുട്ടികളിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാകും, നല്ല ഒരവസ്ഥയായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം തടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ, ചെറിയ രൂപത്തിലൊക്കെ എന്താണ്, നമ്മൾ തെറ്റു ചെയ്താൽ നമ്മൾ അവഗണിക്കും, ശരി ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതും ശിക്ഷയുടെ രൂപം. ചെറിയൊരു അവഗണന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു താല്പര്യക്കുറവ് ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? കുറച്ചൊക്കെ പ്രായത്തെ കുട്ടികളോട് നമുക്ക് പറ്റും. ആ താല്പര്യക്കുറവിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സ്വഭാവത്തിൽ വന്ന തകരാറാണെന്ന് അവന് ബോധ്യപ്പെടാവുന്ന ഒരു സമയമാണെങ്കിൽ ചെറിയൊരു അവഗണനയും ചെറിയൊരു പരിഗണനയും ഒരു പക്ഷേ ശിക്ഷയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഗണിക്കാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ ശിക്ഷിക്കുകയാണെങ്കിലും ആ ശിക്ഷയുടെ ശരിയായ മര്യാദകളും കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ. ഞാൻ പ്രോത്സാഹനത്തിന്റെ വശം പറഞ്ഞു, അതേപോലെ തന്നെ ശിക്ഷയുടെ വശം പറഞ്ഞു, അതേപോലെ കുട്ടികളെ സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ സന്ദർഭങ്ങളും സമയങ്ങളും പറഞ്ഞു. സഹോദരങ്ങൾ, ഇനി ഈ വിഷയത്തിൽ ഗൗരവപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഉപദേശങ്ങളാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് വളരെ പ്രാധാന്യപൂർവ്വം കൈക്കൊള്ളണം. ഉപദേശിക്കുക എന്നുള്ളത്, ഈ ഉപദേശിക്കുക എന്ന് പറഞ്ഞാലും എന്താ, ഉപദേശത്തിന്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ഉപദേശിക്കേണ്ടത്. ഒന്ന് ഉപദേശത്തിന്റെ എന്താന്ന് വിചാരിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതെനിക്ക് ഈ ഉപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ്. ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ. ജനങ്ങളോട് നീ എന്തേലും പറയുമ്പോൾ ഓൽക്ക് മനസ്സിലാകുന്നതും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമാണ് നീ അവരോട് പറയേണ്ടത്. അതുഹിബ്ബൂന അൻ യുകദ്ദബല്ലാഹു വറസൂലുഹു. നീ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാഹുവും റസൂലും കളവാക്കപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞ, ഒരാൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഒരാളോട് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ഒരു നിഷേധിയാവാൻ അത് മതിയാവുന്നതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ പ്രായം കുറഞ്ഞവരാണ്. അവരുടെ പ്രായവും സമയവും സന്ദർഭമൊക്കെ മനസ്സിലാക്കിയിട്ട് നാം അവർക്ക് നൽകുന്ന നല്ല ഉപദേശങ്ങൾ അവർ വളരെ വലിയ ഫലം ചെയ്യും, വളരെ വലിയ ഫലം ചെയ്യും. നിങ്ങൾ ചിലപ്പോഴൊക്കെ കുറച്ച് പ്രായമായതിനു ശേഷമുള്ള നമ്മുടെ കുട്ടികളുടെ പലരുടെയും ജീവിതാനുഭവങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് മാതാപിതാക്കൾ മുമ്പ് പുലർത്തിയിരുന്ന നിലപാടുകളെ കുറിച്ച് ശരിക്കും മനസ്സിലാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നല്ല ഒരു ഉപദേശം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉപദേശം നന്നായിട്ട് ഫലപ്പെടും. അതിന് ജീവിതത്തിൽ ചില അപൂർവ സന്ദർഭങ്ങൾ ലഭിക്കും. ആ സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉദാഹരണമായി നിങ്ങളോട് പറയാൻ പറ്റും. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഒരു കുട്ടി നിങ്ങൾ സ്കൂൾ ചേർക്കാം. 6 വയസ്സുള്ളൂ. പക്ഷെ സ്കൂൾ ചേർക്കണ സമയത്ത് ഒന്നാമത്തെ ദിവസം ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും എന്ത് ചെയ്യൂല, നിങ്ങൾ ആ ഒരു ദിവസത്തെ പോലെ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ പോണ കുട്ടികളെ പറഞ്ഞേക്കലാണ്. അങ്ങനെ പറഞ്ഞേക്കൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ദിവസം 6 വയസ്സായ കുട്ടിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകുക, എന്താ പറഞ്ഞ ആ പറഞ്ഞാൽ മനസ്സിലാകണ ഭാഷയിൽ പറഞ്ഞാൽ മതി. പക്ഷെ ആ കുട്ടിയെ അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മോൻ അല്ലെങ്കിൽ മോൾ സ്കൂൾ പോകുന്ന ദിവസമാണ്, സന്ദർഭമാണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ എന്ത് ചെയ്യണം, പ്രത്യേകമായി നമ്മളതിന് തയ്യാറാക്കി ഒരു പക്ഷേ രക്ഷിതാവിന് ആ കുട്ടിയുടെ കൂടെ പോകാൻ സൗകര്യമുണ്ടാക്കി പോയി ആ കുട്ടിയെ ചേർത്ത് പോന്നാൽ ആ ദിവസം കുട്ടിക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ലക്ഷ്യബോധം അന്ന് ഉണ്ടാക്കാൻ പറ്റും. കാരണം കുറേ ബുദ്ധിമുട്ട് ആ കുട്ടി അനുഭവിക്കാൻ പോവുകയാണ്. ക്ലാസ്സിലെ അത്ര സമയം ഇരിക്കാൻ അവന് പറ്റുക, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അവന്റെ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റിയ, കണ്ടോ അപ്പോ ഇവിടുത്തെ പിന്നെ കാക്ക മാഷായില്ലേ, പോണ്ട അപ്പുറത്ത് താത്ത അപ്പുറത്ത് ഡോക്ടറായില്ലേ, ഇതൊക്കെ എങ്ങനെ വന്നതാണ്? ഇതൊക്കെ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ പഠിച്ച് മുകളിലേക്ക് പോയിട്ടാണ് ഇതൊക്കെ ആവണത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയിൽ ഒരു സ്വപ്നം രൂപപ്പെടുത്താൻ അന്നത്തെ ദിവസം കൊണ്ട് കഴിയും. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടാവും. ചില കുട്ടികൾക്കാണ് റാങ്ക് കിട്ടുക, ഫസ്റ്റ് കിട്ടുക, കണക്ക് കിട്ടണം, നല്ല സ്വഭാവത്തിൽ പെരുമാറണം, മാഷന്മാർ പറയണതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മുടേതായ ഒരു നിലക്ക് ആ കുട്ടിക്ക് അന്ന് പറഞ്ഞു കൊടുത്താൽ 10 കാര്യം പറഞ്ഞാൽ 2 മനസ്സിലായാൽ നന്നാവും. അത് ജീവിതത്തിൽ ഒരു ദിവസമാകുന്നു. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ SSLC കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന ഒരു സമയം, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ഒറ്റക്ക് വിളിച്ച് വാപ്പക്കും ഉമ്മക്കും ഇരുത്തി വർത്താനം പറയാൻ പറ്റും. ഒരു ലജ്ജ നമുക്ക് പാടില്ല. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, കുട്ടികളെന്തെങ്കിലും ചെയ്താൽ നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറയും. നമ്മളെ കുട്ടീനോട് നിങ്ങളൊന്ന് സംസാരിക്കണം. അപ്പൊ നിങ്ങൾ സംസാരിച്ചോ? ഇല്ല, ഞാൻ സംസാരിച്ചിട്ട് നമ്മളെങ്ങനെ സംസാരിക്കാനാണ്? ഏറ്റവും ഉത്തരവാദവും ആധികാരികതയുള്ള ആൾ ആരാന്ന് വെച്ചാൽ അയാളല്ലേ, അയാളെ സംസാരിക്കണം. ഞാൻ പറഞ്ഞ ആ സമയത്ത് എന്താ പറയുക, 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്കൂൾ കാലഘട്ടം നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അതിനുശേഷം പലപ്പോഴും നമ്മുടെ നിയന്ത്രണങ്ങൾ തെറ്റിപ്പോകും.
കൂടുതൽ ആശങ്കകളും പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ്. നമുക്ക് ആ സന്ദർഭത്തിൽ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നേരിടാനുള്ള ഒരാത്മധൈര്യം അവർക്ക് നൽകുന്ന ഒരു ഉപദേശം സാധ്യമായി തീരുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വിവാഹത്തിന്റെ തലേന്ന് എല്ലാവർക്കും നൽകേണ്ടതാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വിവാഹത്തിന്റെ സമയത്ത് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്, എത്രയോ കുടുംബ ബന്ധങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും പരാജയത്തിലേക്ക് എത്തിയതിന്റെ പ്രധാന കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഒരു പുതിയ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സ്വയം കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതിസന്ധി ഉണ്ടാവും. മാത്രമല്ല, ഒരു വലിയ ഫൈറ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. കല്യാണം കഴിയുന്നതോടുകൂടെ ഉമ്മന്റെ സമീപനത്തിൽ മാറ്റം വരും, വാപ്പന്റെ സമീപനത്തിൽ മാറ്റം വരും. ഈ മാറ്റങ്ങൾ പലപ്പോഴും ഈ മരുമകളുടെ പ്രതികരണം എന്തേക്കാരം, മകന്റെ പ്രതികരണം എന്തേക്കാരം, കല്യാണം കഴിച്ചാ സ്വന്തം സ്വഭാവം മാറും, ഇങ്ങനെ കാത്തുത്തിരിക്കുകയാണ് ഉമ്മ. അപ്പൊ ചെറിയ മാറ്റങ്ങൾ കാണുമ്പോഴേക്കും ഉമ്മ ആകെ നിരാശപ്പെടും. ഞാൻ ഇതൊക്കെ വരുമ്പോ എന്താ വിചാരിച്ചാൽ, ശരിയായ അർത്ഥത്തിൽ ഉമ്മേനെ പറഞ്ഞു കൊടുക്കുക, കല്യാണം കഴിച്ചാൽ ഇന്നതൊക്കെ മോനെ നീ ചെയ്യേണ്ടത്, മരുമകളോട് വന്നു കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് ഈ വീട്ടിന്റെ അവസ്ഥ, നമ്മളെ കുടുംബക്കാണൊക്കെ അറിയാലോ, ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഇടപെട്ട് സംസാരിച്ചാൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഉപദേശത്തിന്റെ സന്ദർഭങ്ങളാണ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് ഇതൊരു ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ജോലി സ്വീകരിക്കാൻ വേണ്ടി പോണ സമയം, ഇങ്ങനത്തെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ, ഇസ്ലാമിക ചരിത്രങ്ങളിൽ തന്നെ നമ്മൾ സ്ഥിരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ സ്വീകരിക്കണം. ഇതിനുള്ള മാതൃകകളുണ്ട്, ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം. നിങ്ങളൊന്ന് ശരിക്കും വായിക്കണം. അതായത് ഒരു മകനെ ഇരുത്തിയിട്ട് വാപ്പ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ പാപം ശിർക്കാണെന്ന്, അതിൽ ശരിക്കും ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്ന് പറഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടിയിൽ എന്തൊക്കെ വരാനുണ്ടോ ഭാവിയിൽ, അതൊക്കെ ശരിക്കും അതിലെന്തുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എത്ര മാത്രം അറിയും, അള്ളാഹുവിനെതിരായി വാപ്പനി ഇമ്മനി അനുസരിക്കേണ്ടതില്ല എന്നാണ്. എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും വാപ്പനി ഇമ്മനേക്കാളും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകണം. മതപരമായ നിയമങ്ങൾക്കനുസരിച്ചാണ് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരം വളരെ കണിശമായി നീ പാലിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരു കിബിറിന്റെ ഭാവങ്ങൾ നീ സ്വീകരിക്കാൻ പാടില്ല. നടത്തത്തിൽ നീ ഒരു അഹങ്കാരം കാണിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഓരോന്ന് സ്വഭാവ വിശ്വാസ കർമ്മ രംഗങ്ങളൊക്കെ ഉന്നയിപ്പിച്ചൊരു ഉപദേശം. അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ വന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, മോനെ എന്തൊക്കെ ഉണ്ടായില്ല, നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സൂക്ഷിക്കും. നീ എവിടെയാണോ അള്ളാഹുവിനോട് സൂക്ഷ്മതയുള്ളവനായി നീ എവിടെ ജീവിക്കുന്നുവോ അവിടെയെല്ലാം നിനക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ്. ഏറ്റവും നല്ല ഉപദേശം. ഇത് പറയാൻ നമുക്ക് പ്രവാചകന്മാരുടെ കഥകളിലൂടെ, സംഭവങ്ങളിലൂടെ ഒക്കെ ഇത് ശരിക്കും കുട്ടികളെ ബോധ്യപ്പെടുത്താൻ പറ്റും. പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. ശരിക്കും നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ അത് മാത്രം മതി. ആരും ആകാംക്ഷയോടെ കാത്തു നിൽക്കും. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. വാപ്പാര് കഥ പറഞ്ഞു കൊടുക്കുക. ഞാനൊക്കെ പല കഥകളും പ്രവാചകന്മാരെ കുറിച്ചുള്ള കഥയൊക്കെ കേട്ടത് വീട്ടിൽ നിന്നാണ് കേട്ടത്. നമ്മളത് കേൾക്കണം, അത് പറയണം. പലപ്പോഴും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടാതിരിക്കും, പറഞ്ഞു കൊടുത്താൽ പറ്റും. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ എന്താണെങ്കിൽ, ഞാൻ ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചാണ്. ആ ഖുർആന്റെ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ ഒരു രംഗമുണ്ട്. അതായത് ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയതും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും അവിടുന്ന് രക്ഷപ്പെട്ടു വന്നതും, അതൊക്കെ വളരെ കുട്ടികൾ ഇങ്ങനെ അതിന്റെ ആശങ്കയിൽ നിന്ന് കേൾക്കുന്ന ഒരു കഥയാണ്. അത് കേട്ട കഥയാണെങ്കിൽ പോലും അത് എത്ര പറയുമ്പോഴും അതിന് താല്പര്യം ഉണ്ടാവും. കഥക്ക് അങ്ങനെ പറ്റേണ്ട, ഒരിക്കൽ കേട്ടാലും അത് വേറൊരു ഫ്രെയിമിൽ പറയുമ്പോൾ അതിനൊരു പ്രത്യേക അനുഭവം ഉണ്ടാവും. ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്താന്ന് വിചാരിച്ചാൽ, ആ യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരനെ തനിക്ക് കിട്ടുകയാണ്. ആ കിട്ടിയിട്ട് അവസാനത്തെ പുനഃസംഗമത്തിൽ അവർ ചോദിക്കാണ്, ആ അന്ത യൂസുഫ്, അല്ല നീയാണോ ആ യൂസുഫ്? അവസാനം അവര് കെട്ടിക്കൊണ്ടയിട്ട ആള് ഇതന്നെയാണോ എന്നൊരു സംശയം, നീയാണോ ആ യൂസുഫ്? അപ്പൊ അന യൂസുഫ്, ഞാൻ തന്നെയാണ് യൂസുഫ്. ഹാദാഹി, ഇതെന്റെ സഹോദരനാണ്. എന്നിട്ട് പറയാണ് യൂസുഫ് നബി താൻ തന്നെ കൊലപ്പെടുത്താനും ആക്രമിക്കാനും ഒക്കെ തീരുമാനിച്ച ആളുകളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പരമോന്നതിയിൽ എത്തിയത് എന്തുകൊണ്ടാരോ, ഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സൂക്ഷ്മതയുണ്ടെങ്കിൽ, മതബോധമുണ്ടെങ്കിൽ എവിടെയും നിങ്ങൾ ഉയർച്ചയിൽ എത്തിച്ചേരുന്നതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട തത്വം.
യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ക്ഷമ, സഹനം കുറെ സഹിച്ചിട്ടുണ്ട്. ആ ക്ഷമയും, എന്നാൽ ഏറ്റവും കുലീനവതിയായ ഒരു സ്ത്രീ തന്റെ ആവശ്യത്തിന് വേണ്ടി ക്ഷമിക്കുമ്പോൾ, എനിക്ക് ജയിലാനിഷ്ടം, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്ന തിന്മയെക്കാളും എനിക്കിഷ്ടം ജയിലാണ്. ജയിലിൽ കടന്നാൽ തെറ്റിന് അവസരമില്ലല്ലോ. ഈ കൊട്ടാരത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങളൊരു വ്യഭിചാരത്തിന് വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ജയിലാണ് എനിക്കിഷ്ടം എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥയിലൂടെ എന്താണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തത്? സദാചാര ബോധം, അന്യ സ്ത്രീകളോടുള്ള സമീപനം, ക്ഷമ, ഏകാന്തതയിലുള്ള അവസ്ഥകൾ, അതേപോലെ തന്നെ ജയിലിൽ കടന്നപ്പോഴുള്ള ശുഭപ്രതീക്ഷ, വിജയം ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക്. ഒരു കഥ പറയൂ വാപ്പ എന്ന് പറയുമ്പോൾ കഥ പറയേണ്ട സമയത്ത് കഥ പറയാൻ തയ്യാറായാൽ നമുക്കത് സാധ്യമാകും. ഈ ഉപദേശം നോക്കൂ, നബിന്റെ ഉപദേശം എല്ലാം ഉണ്ട്. ഒരു പ്രശ്നം വന്നാൽ ആകെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭാവി തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പരീക്ഷയിൽ തോറ്റാൽ, അല്പം മാർക്ക് കുറഞ്ഞാൽ, അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശത്തിൽ അതുണ്ട്. എന്താണ് അതുള്ളത്? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിന്റെ തീരുമാനം അത് എഴുതി കഴിഞ്ഞു, മഷികൾ വറ്റിക്കഴിഞ്ഞു, പേനകൾ ഉയർത്തപ്പെട്ടു, മഷി ഉണങ്ങി, നിനക്ക് വിധിച്ചതൊക്കെ നിനക്ക് വരും. ഒരു ആക്സിഡന്റ് വരാനുണ്ടോ? വരും. ഒരു പരാജയം വരാനുണ്ടോ? വരും. ഒരു നഷ്ടം വരാനുണ്ടോ? നഷ്ടം വരും. മരണം വരാനുണ്ടോ? മരണം വരും. വിധി നിർണയിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ജീവിതത്തിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ ആ വിധി ബോധം കൊണ്ട് കഴിയും. തൗഹീദിന്റെ അതിൽ ഇദാ സഅൽത ഫസ്അലില്ല, മോനെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പറയുള്ളൂ. എന്താണ് അതിലില്ലാത്തത്? തഖ്വയോടെ കൂടെ ജീവിക്കാൻ ഉപദേശമുണ്ട്. അള്ളാഹിനെ നീ സൂക്ഷിച്ചാൽ ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അള്ളാഹു നിന്റെ കാര്യത്തിൽ ഇടപെടും. അതേപോലെ തന്നെ ജനങ്ങൾ പ്രതികൂലമാകുമ്പോൾ മനോധൈര്യത്തിന് പറയുന്നു, ജനങ്ങൾ മുഴുവൻ നിനക്കെതിരാണെങ്കിലും നിനക്ക് വിധിച്ചതല്ല നിനക്ക് വരൂല. ജനങ്ങൾ മുഴുവൻ നിനക്ക് അനുകൂലം നിന്നാലും നിനക്ക് വിധിച്ചതേ നിനക്ക് വരൂ. ഒരു കുട്ടിയെ തന്റെ വാഹനത്തിന്റെ പിന്നിലിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്നേഹത്തിന്റെ ഒരു ഉപദേശമാണ്. കുട്ടികളോടുള്ള പ്രവാചകന്റെ സ്നേഹം, അവരിൽ ഉണ്ടാകേണ്ട ശരിയായ ഉപദേശത്തിന്റെ ബോധം, അതെല്ലാം അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ അവസ്ഥയും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും ഞാൻ പ്രസംഗം ചുരുക്കാറുണ്ട്. പക്ഷെ ഒരു പോയിന്റും കൂടി ഉൾപ്പെടുത്തണം എന്നെന്റെ മനസ്സ് വല്ലാതെ നിർബന്ധിപ്പിക്കുന്നത് കൊണ്ട് അതുകൂടെ പറയാം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കുട്ടികളിൽ ഏറ്റവും നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. ചില കുട്ടികളോട് സംസാരിച്ചു കൊടുക്കുക, എന്തൊരു ഡീസന്റ് ആയിക്കാരൻ സംസാരം നൽകും. അവർക്ക് നമ്മളോട് പരിചയപ്പെടാനും എങ്ങനെ ചോദിക്കണം, ഏത് തലത്തിലുള്ള ആളുകളോടും വളരെ സുന്ദരമായി ഇടപെടാനുള്ള സമീപന രീതികൾ അവർ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, നമ്മളെ കുട്ടികളിൽ നല്ല സ്വഭാവ രീതികളെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ ചെറിയൊരു ശ്രമം വീട്ടിൽ നിന്ന് നടത്തിയാൽ അത് നടക്കും. ഏറ്റവും പ്രധാനമായി ഇങ്ങനെ ശ്രമിക്കേണ്ട കാര്യം, പോയിന്റായി മാത്രം ഞാൻ പറയാം, ഒന്ന് വൃത്തി, നലാഫത്ത്, വൃത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നമ്മുടെ കുട്ടികൾ പല്ല് തേക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുക. അതെന്താ, ചെറുപ്പത്തിൽ അത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ അത് വരുത്തി തീർക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഒരു വൃത്തി ബോധം അത് ഏറ്റവും പ്രധാനമാണ്. നോക്കി, നിങ്ങൾ സാധാരണഗതിയിൽ ഞാൻ പറയുന്നതാണ്, ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാലും അതിന് ചില മര്യാദകളുണ്ട്. ചില ചെക്കന്മാരുണ്ടെങ്കിൽ നിന്ന് മൂത്രമൊഴിച്ച് അത് മുഴുവൻ പാൻസിൽ തെറിച്ച് തിരിച്ചു വരുമ്പോൾ കാലിലൊരു തുള്ളി വെള്ളം കൂടി ഒഴിക്കാതെ ബാത്റൂമിൽ കയറിയാൽ എന്ത് ചെയ്യണം, ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യണം, ഇതൊക്കെ തന്നെ പൊതുജീവിതത്തിൽ ഇടപെടുമ്പോഴേക്കാരം അവനെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും പോയി. ശീലങ്ങൾ വളർത്തണം. നിങ്ങളുടെ കുട്ടിക്കൊരു നന്മ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അവൻ വലിയവനായി തീർന്ന അവനോട് ആരും ഒന്നും പറയില്ല. നലാഫത്ത്, വൃത്തി ബോധം. അസ്സിവാക്ക്, പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ അത് വായക്ക് ഏറ്റവും ശുദ്ധി വരുത്തുന്നതാണ്, അള്ളാഹുവിന് തൃപ്തി ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ശീലങ്ങളെ, ഒരു ചെറിയ ഉള്ളി തിന്ന ആളോട് പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി റസൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയും ശുദ്ധിയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ള പ്രധാനം. അത് ശീലിപ്പിക്കണം കുട്ടികളെ. നല്ല വൃത്തിയോടെ കുളിക്കാനും, ഇന്നലെ വന്ന ഡ്രസ്സ് തന്നെ എന്നിട്ട് പോയിക്കോ എന്നല്ല അമ്മ പറയണത്. അത് മുഷിഞ്ഞതാണെങ്കിൽ അത് വൃത്തിയാക്കി തിരിച്ചു പറഞ്ഞയക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ വൃത്തിബോധം കുട്ടികളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ജനങ്ങളുമായ പെരുമാറ്റം. എല്ലാവരും, ചില ആൾക്കാരുണ്ട്, നമ്മളെ കുടുംബത്തിലെ കുട്ടികളോട് മാത്രം സംസാരിച്ചാൽ മതി, വേറെ ആരടുത്തേക്കും പോകരുത്, വേറെ ആരോടും മിണ്ടരുത് എന്നാണ്. ആ കുട്ടികളൊക്കെ എന്താ ചെയ്യുക? കുറച്ചു കാലം കഴിഞ്ഞാൽ വാപ്പിയമ്മ എല്ലാ കാലത്തും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ വെച്ചാൽ, ശരി, അൽ മുസ്ലിമുല്ലദീ യുഖാലിത്തുൻ നാസ്, ജനങ്ങളോട് ഇടപെടുന്ന മുസ്ലിം. എന്നിട്ട് ഇടപെടുമ്പോ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊക്കെ സഹിക്കുന്ന
ഒരു മുസ്ലിമാണ് ശരിയായ മുസ്ലിം. വേറൊരാൾക്ക് ഇടപെടാൻ പോയാൽ പ്രശ്നം ഉണ്ടാവും വിചാരിച്ച് ഇടപെടാതിരിക്കുക, ഇടപെടുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സഹിക്കാം. അങ്ങനെ മറ്റുള്ളവരോട് നേരെ നല്ല രൂപത്തിൽ പെരുമാറാൻ, സലാം പറയാനും അവരോട് ചിരിക്കാനും പെരുമാറാനും, തെറ്റായ രൂപത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ, ആരെങ്കിലും ചീത്ത പറയുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നെല്ലാം നമുക്ക് നല്ല ശീലങ്ങൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ജനങ്ങളുടെ പെരുമാറ്റം, അതേപോലെ തന്നെ സത്യം അംഗീകരിക്കാം. ആർക്കും അതൊരു ഗുണം. എന്തിന് ഒരു കാര്യം ശരിയായിട്ടൊരാൾ കാര്യം പറയുകയാണെങ്കിൽ അത് ചെറിയ പറഞ്ഞാലും വലിയ പറഞ്ഞാലും ആ കാര്യത്തെ അംഗീകരിക്കാനുള്ള മനസ്സ്, അത് നമ്മൾ മുതിർന്ന കുട്ടികളെ ശീലിപ്പിക്കേണ്ട ഒരു ശീലമാണ്. ഒരാളൊരു തിരുത്ത് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കല്ല, അതിനെ അംഗീകരിക്കാൻ. അൽ കിബ്റു ബത്തുൽ ഹഖ് വഗംതുൻ നാസ്, ഇതൊക്കെ പണ്ഡിതന്മാര് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ എന്റെ ഒരു ബുദ്ധി നിർത്തുകൊണ്ട് വന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് അതെന്ത് ചെയ്യുക, സത്യം അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കുറ്റബോധം ഏറ്റവും പ്രധാനമാണ്. കുറ്റബോധം, എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥ അല്ല. കുറ്റബോധം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തെറ്റ് ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. അത് കുട്ടികൾ മാത്രമല്ല, നമ്മളൊക്കെ തെറ്റ് ചെയ്യും. കുല്ലുബ്നു ആദം ഖത്താർ, എല്ലാ ആദമിന്റെ മക്കളും തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബീൻ, തെറ്റിന് തിരിച്ചു വരും. രാജ്യങ്ങൾ 2 മക്കളുണ്ട് ഒരാൾക്ക്. ഒരുത്തൻ ചെറുപ്പം മുതൽ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ചു പോയ ഒരുത്തനാണ്. ഒരുത്തൻ വളരെ വൃത്തികെട്ട രൂപത്തിലാണ് ജീവിച്ചത്. പക്ഷെ അവൻ ഇടക്കാലത്ത് നല്ലവനായി തിരിച്ചു വന്നു. ആരോടായിരിക്കും വാപ്പക്ക് സ്നേഹം? തിരിച്ചു വന്നവരോടായിരിക്കും. തിന്മകളിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകളിൽ ഒരുപക്ഷെ മറ്റുള്ളവരിൽ പോലും കാണാത്ത ശീലങ്ങളെ നമുക്ക് നിയമം കാണാൻ പറ്റും. ഇപ്പൊ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിലയിരുത്താതെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളെ സമ്മതിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു പരിശീലനം. ഒരു തെറ്റപ്പ സംഭവിച്ചതിനെ പിന്നെ വിളിച്ചിട്ട് പറയാം, നിന്റെ അടുത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് തെറ്റ് എന്ത് ചെയ്യുക, ഒരാൾ തിരുത്തുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക, പിന്നെ അത് ചെയ്യാതിരിക്കുക. അതാണ് നല്ല സ്വഭാവമെന്ന് നമ്മൾ അവരിൽ സന്ദർഭങ്ങൾ വെച്ച് നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ കരാറ് പൂർത്തീകരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സമയം പാലിക്കുക. അതൊക്കെ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ട സ്വഭാവമാണെന്ത്. കൃത്യമായിട്ട് സ്കൂൾ സമയനിഷ്ഠയോടെ പോകാൻ, സ്കൂൾ വിട്ടു വന്നാൽ സമയത്ത് വരാൻ, കുളിക്കാനൊരു സമയം, കിടക്കാനൊരു സമയം. സമയനിഷ്ഠ എന്നുള്ളത് നമ്മളൊക്കെ വിചാരിച്ച നമ്മളെ കുട്ടികൾക്ക് അത് വെറുതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതൊക്കെ എത്ര സൗകര്യക്കാരായ ജീവിതത്തിൽ നിങ്ങൾ ഭാവിയിൽ എത്ര സൗകര്യക്കാരം അലസമായി കിടന്നുറങ്ങി 8:30 നീക്കുക, ഒരു ദിവസം 10:30 നീക്കുക, ഇന്ന് ഞായറാഴ്ചയില്ല അന്ന് 12 മണിക്ക് നീക്കുക. ഇതൊക്കെ ഒഴിവാക്കി ഒരു ചിട്ടയുള്ള സ്വഭാവം കുട്ടികളിൽ വരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ പരിശീലനം കൊണ്ട് നമുക്കത് കഴിയും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെടാനുള്ള സ്നേഹം. ഒരാൾക്കൊരു ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്നുള്ള ബോധം, ഒരു രോഗിയെ സന്ദർശിക്കാനുള്ള ബോധം, ഒരാൾക്ക് വിഷമുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കാനുള്ള ബോധം, ഇങ്ങനത്തെ പൊതുവെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടുമ്പോൾ വേണ്ട പല മര്യാദകളെയും നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പകർന്നു നൽകാൻ പറ്റും. ലോകത്ത് മറ്റാർക്കും കഴിയാത്ത പല ഉപദേശങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ നമുക്ക് കഴിയും. ഇത്തരം സന്ദർഭങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതേപോലെ നമസ്കാരം, വളരെ കൃത്യനിഷ്ഠയുള്ള നമസ്കാരം അവർക്ക് ശീലിപ്പിക്കാനും, ജമാഅത്തിന്റെ സമയമായാൽ പള്ളിയിലേക്ക് എത്താനുമുള്ള ബോധം ക്രമേണ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ ഒരു പക്ഷേ വീട്ടിലത്തെ ശ്രമങ്ങളെ കൊണ്ട് നമുക്കാവുമെന്നാണ്. ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറക്കാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നതാണ്. അവർ നഷ്ടപ്പെട്ടാൽ നമുക്കെല്ലാം നഷ്ടമായി പോകും. നമ്മുടെ അധ്വാനം, നമ്മുടെ ചിന്ത എല്ലാം നഷ്ടമായി പോകും. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഏറ്റവും വലിയ നഷ്ടം അതായിരിക്കും. അതുകൊണ്ട് അത് ഗുണകരമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ജീവിതത്തിൽ എന്തു മാറ്റത്തിനും നമ്മൾ തയ്യാറാവണം. സ്നേഹമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാൻ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ജീവിതമാണ് കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം. നല്ല സന്ദർഭങ്ങളും സമയങ്ങളും ഉപയോഗിച്ച് നമ്മുടെ സ്നേഹം അവരെ അറിയിക്കാൻ പ്രവാചകൻ തിരുമേനി കുട്ടികളെ ഉമ്മ വെച്ചതുപോലെ സ്നേഹത്തെ അറിയിക്കുവാനുള്ള വഴികളെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ശിക്ഷിക്കാനും കുട്ടികൾക്ക് പ്രോത്സാഹിപ്പിക്കാനുമുള്ള ശരിയായ രീതികളെയും മാർഗങ്ങളെയും നമ്മൾ ഉപയോഗിക്കുക. കുട്ടികളുടെ പേരിൽ നമ്മൾ പരസ്പരം തർക്കിക്കാതെ ഒരു യോജിപ്പിലെത്തി എങ്ങനെ കുട്ടികളുടെ തർബിയത്ത് നൽകണം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ പ്രായമാകുന്നതിന് മുമ്പ് കുട്ടികളിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ച് കുട്ടിയാകെ വഴിപെട്ടു പോയോ വഴിപിഴച്ചു പോയോ എന്ന് ആശങ്കപ്പെട്ട് ആകെ ബേജാറായി കുട്ടികളെ നോക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ അവർക്ക് വളരാനും സ്വാതന്ത്ര്യം കാര്യങ്ങൾ കൊടുക്കുക. തെറ്റായ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ കണിശമായും അതിനെ നിയന്ത്രിക്കാം. അതൊരിക്കലും സ്നേഹക്കുറവല്ല, സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ചയല്ല. തെറ്റുകളെ തടുക്കാൻ നമ്മൾ മടിച്ചാൽ അവൻ കാലാകാലം മദ്യപാനിയോ തിന്മയുടെ വക്താവോ ആയി മാറിക്കഴിഞ്ഞാൽ എന്നെ തടയേണ്ടവർ തടഞ്ഞില്ലല്ലോ എന്ന പരാതിയായിരിക്കും നമ്മെക്കുറിച്ച് ഉണ്ടായിത്തീരുക. അതേപോലെ എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥിക്കുക. വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറകളില്ലാതെ അള്ളാഹു സ്വീകരിക്കും.
നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? എത്രയോ വയസ്സായ സമയത്ത് നന്മയിലേക്ക് വന്ന പല ആളുകളും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വാപ്പ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. വാപ്പ മരിച്ചു പോയാലും വാപ്പന്റെ പ്രാർത്ഥനന്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ നന്മയിലേക്ക് വന്നത് എന്ന് എത്രയോ ആളുകൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അൽ വാലിദുലി വലദിഹി ദുആഉൽ വാലിദിലി വലദിഹി, വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായിരുന്നാലും സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മുടെ കുട്ടികൾക്ക് എത്ര നൽകാൻ പറ്റൂ, രാത്രിയിലും അതേപോലെ തന്നെ മറ്റു പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും നിങ്ങൾ പരമാവധി അത്തരം അവസരങ്ങൾ വിനിയോഗിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അവസാനമായി പറയാൻ, നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസാധാരണമായ പ്രശ്നങ്ങളോ സ്വഭാവ ദൂഷ്യങ്ങളോ കാണുകയാണെങ്കിൽ വേറുള്ളവരെ ഇടപെടുത്തിക്കൊണ്ടൊരു കൗൺസിലിങ്ങോ ഒരു ഉപദേശമോ നൽകുന്നതിന് വിരോധമില്ല. ഒരു പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്ന അവസാന ഘട്ടത്തിലായിരിക്കണം. കുട്ടികളെ അത്തരം ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന കുട്ടികളിൽ നിന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഞാൻ വളരെ മോശപ്പെട്ടവനായി തീർന്നു, അല്ലെങ്കിൽ ഞാനൊരു മാനസിക രോഗിയായി തീർന്നു എന്ന ഒരു അപകർഷതാബോധം ആ കുട്ടിയിൽ സൃഷ്ടിക്കാതെ ഒരു യാദൃശ്ചികമായ ഒരു സന്ദർഭം ഒരുക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉപദേശത്തിന്റെ അവസരം വേണ്ടി സൃഷ്ടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു വാഹനത്തിനുള്ള യാത്രയിലോ അല്ലെങ്കിൽ ഒരു സദ്യക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിലോ എങ്ങനെയൊക്കെ നല്ല അവസരം ഉണ്ടാക്കി കുട്ടികൾക്ക് അങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരാളെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോഴേക്കും ആ കുട്ടിയെ മാനസിക രോഗ ആശുപത്രിയിലും അവിടെ ഇവിടെയൊക്കെ എത്തിക്കുന്നത് ആ കുട്ടിയുടെ സ്വഭാവങ്ങളിൽ തെറ്റായ വഴികൾ ഉണ്ടാകാൻ പക്ഷേ കാരണമായി തീരും. എന്നാൽ രോഗ സന്ദർഭങ്ങളോ തെറ്റായ അവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ മടിക്കാനും പാടില്ല. കുട്ടികളിൽ ഔന്നിത്യബോധം സൃഷ്ടിക്കുവാനും പ്രോത്സാഹനങ്ങൾ നൽകാനും നമ്മൾ ശ്രമിക്കാം. കുട്ടികളുടെ തിന്മകളെയും കുട്ടികളുടെ വീരശൂര പരാക്രമങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ വളരെ വലിയ രൂപത്തിൽ വിശദീകരിക്കുന്നത് എന്തായിരുന്നാലും അത് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കൂ. നല്ല സമീപനങ്ങൾ കുട്ടികളോട് നമ്മൾ സ്വീകരിക്കാം. അതിന് കൂടുതലായി നമ്മൾ അറിയാനും പഠിക്കാനും ശ്രമിക്കാം. സംശയങ്ങൾ മറ്റുള്ളവരോട് ശ്രമിച്ച് ദൂരീകരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികൾ നന്മയിലൂടെ വളരുമ്പോൾ അതൊന്നായാലും 10 നമ്മുടെ ജീവിതവും മരണവും പരലോകവും ആഹ്ലാദകരമാക്കി തീർക്കാൻ നമുക്ക് പറ്റും. നാളെ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകും. പ്രായം തികയാതെ മരിച്ചുപോയ കുട്ടികൾ പോലും സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നമ്മളെ സ്വീകരിക്കാനുണ്ടാകും. ഒരു കുട്ടി നമുക്ക് ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അവൻ എന്തായാലും സ്വർഗത്തിന്റെ വാതിൽക്കൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മെ സ്വീകരിക്കാനുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിച്ചതും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഫലപ്രദമായി തീരാൻ നമ്മുടെ ശ്രമവും അതേപോലെ തന്നെ ആലോചനകളും ആവശ്യമാണ്. ഇതിലൊരു കൂട്ടായ ചർച്ച എന്ന് വീട്ടിൽ പോയാൽ ഇവിടെ വന്ന ദമ്പതികൾ പരസ്പരം നടത്തുകയും ഈ പ്രസംഗത്തെ നിങ്ങൾ സ്വാഭാവികമായും ഭാര്യ ഭർത്താക്കന്മാർ അവലോകനം ചെയ്യുകയും ഇതിലെന്തെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുണ്ടെങ്കിൽ അത് നാളെ പ്രഭാതം മുതൽ നടപ്പിലാക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ഏർപ്പെടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പരലോകത്തെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ സമൂഹത്തിലെ എല്ലാവിധത്തിലുമുള്ള നന്മ ആഗ്രഹിച്ചുകൊണ്ടും നമ്മൾ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ ഒന്നാണ് നമ്മുടെ ഈ കുടുംബ സംഗമം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമയ സന്ദർഭങ്ങളിൽ ഇതുപോലെ തുടരാനും ധാരാളക്കണക്കിന് വിഷയങ്ങൾ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടതുണ്ട്. ജീവിതത്തിലെ ഏതൊരു മതപരമായ വിഷയവും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം. ആ എല്ലാ കാര്യങ്ങളെയും വിശാലമായി പ്രതിപാദിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയും. അതിനുള്ള സന്ദർഭങ്ങളായിട്ടാണ് ഈ സന്ദർഭത്തെ കാണേണ്ടത്. വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോകുവാനും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകളെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരുവാനൊക്കെ നമ്മുടെ എല്ലാവരുടെയും സേവനവും സഹായവും ആവശ്യമാണ്. അള്ളാഹുവിന്റെ പേരിലുള്ള ഈ കൂട്ടായ ശ്രമങ്ങൾക്ക് അള്ളാഹുവെ നീ വിജയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ രംഗത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അധ്വാനങ്ങൾക്കും കലവറയില്ലാത്ത പ്രതിഫലം പരലോകത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. നന്മയിൽ പരസ്പരം സഹകരിക്കുവാനും തിന്മയിൽ പരസ്പരം നിസ്സഹകരിക്കുവാനുമുള്ള മാനസികാവസ്ഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഞങ്ങൾ മരണപ്പെട്ടാലും ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്പെടുന്ന സന്താനങ്ങളായി ഞങ്ങളുടെ സന്താനങ്ങളെ മാറ്റണമേ തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ച് അവരോടൊപ്പം സംഗമിക്കാനും അവരോടൊപ്പം ജീവിക്കാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ രക്ഷിതാവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഹറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ.